എന്ത് ചെയ്യാനാ? എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി ആ പലിശക്കാരൻ മഹാലിംഗത്തിൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയ്ക്ക് ഞാനത് പണയം വെച്ച്. ഇപ്പോൾ പലിശയും മുതലും ചേർന്ന് അത് 3 ലക്ഷം രൂപയായി. ആ സ്ഥലം എങ്ങനെയെങ്കിലും എടുത്തേക്കാന്ന് വിചാരിച്ചു, പക്ഷേ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. എനിക്ക് വേറെ വഴിയുമില്ല. അതുകൊണ്ട് അങ്ങേർക്ക് എന്നെ ഞാൻ അത് എഴുതി കൊടുത്തു. ചേട്ടൻ എന്തോ ദയവ് ചെയ്ത് ഞങ്ങള് അവിടെ കളിക്കാൻ സമ്മതിച്ചായിരുന്നു. ഇപ്പൊ പുറത്തു പോടാ, പെട്ടെന്ന് കളിക്കാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ എവിടെയോ പോയി ചേട്ടാ കളിക്കുക? ഇത് കേൾക്കനിയാ, നിങ്ങളുടെ സിറ്റുവേഷനേക്കാളും എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. എൻ്റെ സിറ്റുവേഷൻ നിങ്ങളും മനസ്സിലാക്കണം. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കളിക്ക്. പോയിട്ട് വരൂ. എന്തോന്നായി പറയുന്നത്? ഗ്രൗണ്ട് വിറ്റെന്നോ? അതെ ചേട്ടാ. കാലാകാലമായിട്ട് എല്ലാരും അവിടെ കളിച്ചോണ്ടിരുന്ന സ്ഥലമാ. കൊച്ചിലെ തൊട്ട് നിങ്ങളും അവിടെ അല്ലേ കളിച്ചോണ്ടിരുന്നത്? അതിന് ചേട്ടാ ചേട്ടനെ കാണാൻ വേണ്ടി വന്നത്. എന്നെ കണ്ടിട്ട് എന്ത് പ്രയോജനം? നേതാവ് നിങ്ങൾ വിചാരിച്ച നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടിൽ നിന്നും കുറച്ച് അമൗണ്ട് വാങ്ങിച്ച് ആ സ്ഥലം നമുക്ക് തന്നെ വാങ്ങിക്കാം ചേട്ടാ. അങ്ങനെ വാങ്ങിച്ച ആ ഗ്രൗണ്ട് നമ്മുടെ ഗ്രാമത്തിന് തന്നെ സ്വന്തമാവും. ഒരു നാട്ടിന് സ്കൂൾ എത്ര ആവശ്യമാണോ അതേപോലെ ഒരു ഹോസ്പിറ്റൽ എത്ര ആവശ്യമാണോ അതേപോലെ ഒരു നാട്ടിനൊരു ഗ്രൗണ്ടും അത്യാവശ്യം തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേട്ടാ. നീ പറയുന്നത് നല്ല ഐഡിയ, നല്ല കാര്യം തന്നെയാ. ഇതിനുവേണ്ടി ഗ്രാമത്തിലുള്ളവരോട് നിങ്ങൾക്ക് വേണ്ടി പണം ചോദിച്ചെന്ന് വേ, എന്നെ നോക്കി അവര് ചിരിക്കും. ഇപ്പൊ തന്നെ ഗ്രാമത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, അതിനോടൊപ്പം ഇതും വേണോ? എനിക്ക് പറ്റുന്ന രീതിയിൽ 1000 2000 തന്ന് ഞാൻ സഹായിക്കാം. അല്ലാതെ ഗ്രാമത്തിലുള്ളവരോട് നിങ്ങൾക്ക് വേണ്ടി പോയി പൈസ ഒന്നും ചോദിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ വയ്ക്കോ. നോക്ക്, ഇതെല്ലാം പോയി ഗ്രാമത്തിലുള്ളവരോട് പറയാൻ പാടില്ല കേട്ടോ. ശരി മുതലാളി. ചേട്ടാ, ചേട്ടൻ ഇവിടെ ഇരിക്കുകയാണോ? ചേട്ടനെ എവിടെയൊക്കെ ചെന്ന് അന്വേഷിച്ചെന്നറിയാമോ? ഗ്രൗണ്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവര് കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇനി എവിടെയാ ചേട്ടാ പോയി കളിക്കുക? ചേട്ടാ, കാലത്തോട്ടൊന്നും കഴിച്ചിട്ടില്ല ചേട്ടാ. ആ ഗ്രൗണ്ടിൽ കളിക്കാൻ തോന്നുന്നു ചേട്ടാ. ഞങ്ങളൊക്കെ ചെറിയ പിള്ളേരാട്ടാ. നിങ്ങൾ വിചാരിച്ച എന്തെങ്കിലും നടക്കുള്ളൂ ചേട്ടാ. വിഷമിക്കണ്ടടാ, ഞങ്ങളൊക്കെ ഇല്ലേ. തീർച്ചയായിട്ടും ഗ്രൗണ്ട് നമ്മളെ വിട്ട് പോവില്ല. വിഷമിക്കണ്ട. പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്ത് സംസാരിച്ചാലും ധൈര്യത്തോടെ സംസാരിക്കണം. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നല്ല മനസ്സിന് എല്ലാം നന്നായി തന്നെ നടക്കും. മനസ്സിലായോ? ശരി. ഈ പണം നിങ്ങൾക്ക് ചെലവിന് വേണ്ടി വെച്ചോ. ധൈര്യമായിട്ട് വെക്കോ. എല്ലാം നന്നായിട്ട് നടക്കും. ശരി അച്ഛാ. ചെല്ലേ. ശരി അച്ഛാ. ശരി. ഡാ വാടാ പോവാം. അശോകെ, ആ പഴക്കാരൻ പഴനി പൈസ കൊണ്ടുവന്നു തന്നോ? അവനിങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ശരി, അവൻ വന്നാ പറ. ഞാൻ അവിടെ കാലി ചെയ്യാൻ പറഞ്ഞു. ശരി ചേട്ടാ. ശരി, ഞാൻ വരട്ടെ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പിള്ളേരുമായിട്ട് വന്നിരിക്കുന്നത്? പാതൂരിലെ പിള്ളേരാ, നിങ്ങളെ കാണാൻ വന്നിരിക്കുക. എന്താ കാര്യം? സർ, ഞങ്ങളുടെ നാട്ടിൽ കളിക്കാനുണ്ടായിരുന്ന ഒരു സ്ഥലം ആ ഗ്രൗണ്ട് മാത്രമാണ്. ഇപ്പം നിങ്ങളത് വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ കളിക്കാനൊരു സ്ഥലവുമില്ല. ആ സ്ഥലത്തിൻ്റെ റേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആ അമൗണ്ട് തന്നിട്ട് ഞങ്ങൾ തന്നെ ആ സ്ഥലം വാങ്ങിച്ചോളാം. കളിക്കുന്ന പിള്ളേര് എല്ലാം കളിയായിട്ടാണോ നോക്കുന്നത്? അതെ, അത്രയും പൈസക്ക് നിങ്ങൾ എവിടെ പോകും? സർ ഞങ്ങൾക്ക് 1 വർഷം സമയം തരികയാണെങ്കിൽ ആ അമൗണ്ട് റെഡിയാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും തന്നോളാം. 1 വർഷം സമയം വേണോ? ചെറിയ പിള്ളേരാണ് സാർ. ഇവര് കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നു സാർ. നിങ്ങൾ വേണം എന്തെങ്കിലും ചെയ്യാൻ. സർ പ്ലീസ് സർ. നിങ്ങൾ ഏതോ സൊസൈറ്റിക്ക് വേണ്ടിയാണല്ലോ ചോദിക്കുന്നത്. ചെറുപ്പം തൊട്ട് കളിച്ച സ്ഥലം എന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യാം. 10 ദിവസം സമയം തരാം. അതിനുള്ളിൽ പൈസ തന്നിട്ട് ആ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് എടുത്ത് വെക്കോ. ഇതേ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? പോയി പൈസ എടുത്തോണ്ട് വാ. പോ. 10 ദിവസത്തിനുള്ളിൽ 3 ലക്ഷം രൂപയോ? എങ്ങനെ അറേഞ്ച് ചെയ്യൂടാ? അളിയ, നമുക്ക് ബാങ്കിൽ ചെന്നിട്ട് ലോണിന് അപേക്ഷിച്ചാലോ? എന്തിനാടാ ബാങ്കുകാരൻ്റെ അടുത്ത് പോയി അലയാനാണോ? വേറെ വഴി നോക്കുക. ശരി, നമ്മളെല്ലാരും പോയിട്ട് വീട്ടിൽ നിന്ന് സഹായിക്കാൻ പറയാം. എന്ത് വീട്ടിലാ? ആൾറെഡി നമുക്ക് പണിയും കൂലിയും ഇല്ലെന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ പോയി പൈസ വെച്ചാൽ എടുത്ത് തരുമോ? ഡാ ധരണി, എന്താടാ ഞങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഈ സൈലന്റ് ആയിരിക്കുന്നു. അല്ലടാ, തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റും. പറ്റില്ല എന്ന് പറയുന്നത് ശ്രമിക്കാത്തവർക്ക് മാത്രമാണ്. നമ്മൾ തോൽക്കാൻ പോകുന്ന ആൾക്കാരല്ലടാ, ജയിക്കാൻ പോകുന്ന ആൾക്കാരാണ്.
38, 39, 40. 20,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്ത് ഇത്ര കിട്ടിയുള്ളോ? ചോദിക്കാനുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി പൈസക്ക് എന്ത് ചെയ്യാനാ? ഡാ വേറെ ആരടുത്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കടാ. അല്ല നിങ്ങളെല്ലാം കൂടെ ഇവിടെ ഇരിക്കുകയാണോ? എന്താ ഏട്ടാ? ചോക്ലേറ്റ്. അതെ, എന്തിനാ ചോക്ലേറ്റ് ഒക്കെ? പുതിയ പാർട്ടി വല്ലതും തുടങ്ങിയോ? എടാ അനിയ, നാട്ടിലുള്ളവർക്ക് ഞാൻ നല്ലതല്ലേ ചെയ്യാറുള്ളൂ. അപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം ചേട്ടാ, നിൽക്കണം. നല്ലത് ചെയ്യുന്നതിനും പാർട്ടി തുടങ്ങുന്നതിന് എന്തെങ്കിലും സംബന്ധം ഉണ്ടോ? കയ്യിൽ ഒരുപാട് കാശുണ്ടെങ്കിൽ ഉടനെ അങ്ങ് പാർട്ടി തുടങ്ങണം. ഇപ്പൊ അതല്ലേ ലേറ്റസ്റ്റ് ട്രെൻഡ്. ശരി, അതുകളെ ചേട്ടൻ എന്തിനാ ചോക്ലേറ്റ് തരുന്നത്? അത് പറ. അനിയ, നമ്മുടെ കബാലി 3ാമത്തെ പ്രാവശ്യം നോമിനേഷൻ കൊടുത്തയക്കുക. ചേട്ടാ ചുമ്മാ കോമഡി ചെയ്യില്ലേ? ഇനി ഇലക്ഷൻ പോലും തുടങ്ങിയില്ല, അതിനിടയ്ക്ക് ജയിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അനിയ, നാളെ നോമിനേഷൻ കൊടുത്തു തീരും. ഇപ്പൊ ആരും തന്നെ നിക്കുന്നില്ല. അപ്പൊ ചേട്ടൻ ജയിച്ചെന്നല്ലേ അർത്ഥം? കാശ് വാങ്ങിച്ച് വോട്ടിടുന്ന പ്രാന്തന്മാരായ ജനങ്ങൾ ഉള്ളവരെ നിങ്ങൾ അണ്ണം മാത്രമല്ല, ആര് വേണമെങ്കിലും CM ആകാം, PM ആകാം. നിങ്ങളുടെ ചോക്ലേറ്റും വേണ്ട, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ അടുത്ത് സംസാരിച്ചാൽ ശരിയാവില്ല. ചേട്ടാ വാ. അളിയ, കപാലിയേട്ടന്റെ പേരൊക്കെ നമ്മളൊരു കാര്യം ഓർത്തത്. നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഡൊണേഷൻ ചോദിച്ചില്ലല്ലോ. അതെടാ, അത് ശരിയാ. വാ, നമുക്ക് പോയി ചോദിക്കാം. വാ. അയാളടുത്ത് പോയിട്ട് ഡൊണേഷനും ഗണേഷനും എന്നൊക്കെ പറഞ്ഞ അയാൾ ഒരു കാശും തരൂലടാ. അവന്റെ അടുത്തേ പണം വേറെ പോലെയാണ് വസൂൽ ചെയ്യേണ്ടത്. എന്ത്? കബാലിയെ എതിർത്ത് നീ ഇലക്ഷന് നിൽക്കാൻ പോകുന്നോ? ഡാ ധരണി, അങ്ങേരുടെ സ്ഥിതി എന്താണ്, നമ്മുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കടാ. ഡാ ആൾറെഡി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിന്റെ കൂടെ ഇപ്പൊ ഇതും വേണോ? ഡാ അങ്ങേർക്ക് മാത്രം സത്യം മനസ്സിലായ ഇപ്പൊ തന്നെ ഇവിടെ നേരിലെത്തും. നേരില് വരുന്നല്ല, ദേ ഇപ്പൊ തന്നെ എത്തി. ചേട്ടാ, കബാലി അണ്ണാ, ക്ഷമിക്കണേ, എന്റെ ഫ്രണ്ടാണ്, അറിയാതെ ചെയ്തു പോയതാണ്, ക്ഷമിക്കണം. അവൻ തന്നെ അറിയാതെ ചെയ്തു. ചേട്ടാ ഒന്ന് ക്ഷമിക്കണേ. ചേട്ടാ ഞാനൊന്നും ചെയ്യില്ല, നല്ല ഫ്രണ്ടാണ്. ചേട്ടാ അങ്ങനെ നന്നായിട്ട് നോക്ക്. അതാണോ കബാലി? പേടിയിൽ ആരെ കണ്ടാലും കബാലിയെ പോലെ ഉണ്ടാ തോന്നുന്നേ. പ്ലീസ് വാപ്പസ് വാങ്ങിച്ചേക്കടാ. എന്താ കാര്യം പറഞ്ഞോളൂ. എടാ അനിയ, കബാലി നിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വേണ്ടടാ, ഒന്ന് ആലോചിച്ച് പോകല്ലേടാ, പറഞ്ഞേക്കാം. ഒരു കുഴപ്പമില്ല, ആലോചിച്ചിട്ട് പോണം. അതൊന്നും ആലോചിച്ച പോലെ. ഇങ്ങനെ എന്താടാ എന്റെ എതിരെ നിൽക്കുന്നവരെ പോലും ഞാൻ വെറുതെ വിടാറില്ല. നീ ഇലക്ഷന് എന്നെ എതിർത്ത് നിൽക്കാൻ പോവാണോ? നിന്നെ എന്താ ചെയ്യാൻ പോണോ നോക്കോ. ഒന്ന് ചിലക്കാണ്ട് വാടാ ഒന്ന്. ഇവന്റെ ഒരു കാര്യം. എന്തിനാണ് ഇങ്ങനെ കരയുന്നേ? ധരണി എന്താ ചത്തുപോയോ? മിണ്ടാതിരിക്കടാ. ഒന്ന് അങ്ങോട്ട് നോക്കിയേ. ബൈക്കിൽ പോയവൻ കാറിലാണല്ലോ ഒന്ന് ഇറങ്ങുന്നത്. എന്താടാ വല്ലാതെ നടന്നു വരുന്നത്? അവന്മാര് ശരിക്കിട്ട് തന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ പോരുതെന്ന് കേട്ടോ? നീ വെറുതെ ഇരിക്കടാ. അവൻ നല്ല രാഷ്ട്രീയക്കാരന്റെ സ്റ്റൈലിൽ നടന്നു വന്നിട്ട് അവനടുത്ത് പോയി അടി മേടിച്ചിട്ട് വന്നോന്ന് ചോദിച്ചാ എങ്ങനെയാടാ? ഒന്ന് പോടാക്ക. ധരണി, നീ പോയതുപോലെ തന്നെ തിരിച്ചു വന്നല്ലോ. ആ കബാലി നിന്നെ എന്തിനാണ് വിളിപ്പിച്ചേ? എന്താ അവിടെ സംഭവിച്ചേ?
ദാ, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ എതിർത്ത് ഇലക്ഷനിൽ നിൽക്കാൻ പ്ലാൻ ചെയ്തു നീ. എടാ എല്ലാരും പുറത്തേക്ക് പോടാ. മോനെ, ഞാൻ ജയിക്കുന്നത് നിന്റെ കയ്യിലുള്ള മോനെ. തുടർന്ന് 10 വർഷമായിട്ട് ഞാൻ കൗൺസിലറാണ്. അതിന്റെ കാരണം ജനങ്ങൾക്ക് എന്റെ മേലുള്ള പേടിയാണ്. ഞാൻ റൗഡി ആയതുകൊണ്ട് മാത്രമാണ് എന്നെ ഇവിടെ എതിർത്ത് ആരും നിൽക്കാത്തത്. ഇപ്പൊ ഞാൻ തോറ്റാലുണ്ടല്ലോ, അതിനുശേഷം എന്റെ മേലുള്ള പേടിയും പോയി, എന്റെ പദവിയും മൊത്തത്തിൽ പോവും. അയ്യോ, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല മോനെ. നോമിനേഷൻ വാപ്പസ് വാങ്ങിക്കും മോനെ. ഡാ, ഞാൻ അയാളെ എതിർത്ത് നിന്ന് കൗൺസിലറെ ജയിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നടാ. ഞാൻ അയാളെ എതിർത്ത് നിന്നാ എന്നെ ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് അവൻ ചിലപ്പോൾ എനിക്ക് പണം തരാൻ ചാൻസ് ഉണ്ട്. ആ പണം നമ്മുടെ ഗ്രൗണ്ട് വാങ്ങിക്കാൻ യൂസ് ആവുന്നതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലടാ. നോക്കിയേ, 50,000 രൂപ ഞാൻ നോമിനേഷന് കൊടുത്ത കാശ് നോക്കുകയാണെങ്കിൽ ബാക്കി 40,000 രൂപ. ഇപ്പൊ മൊത്തം നമ്മുടെ 60,000 രൂപയുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് വാങ്ങിക്കാൻ 2,40,000 രൂപ നമുക്കിപ്പോ ആവശ്യമാണ്. അതിനിപ്പോ നമ്മൾ എന്താടാ ചെയ്യാൻ പോകുന്നത്? എന്റെ മോൻ എന്താ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അച്ഛൻ വന്നല്ലോ. വിളിച്ചായിരുന്നോ? ഈ സമയത്ത് നീ വീട്ടിൽ കാണണ്ടല്ലോ. അത് എന്തോടാ ചെയ്യുന്നേ? ഞാൻ കഴിക്കാൻ വന്ന അച്ഛാ. ഈ സമയത്ത് കഴിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വന്ന. എന്ത് വെള്ളം? എന്തോന്നാടാ, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒന്നുമില്ല അച്ഛാ. എന്തോന്നാടാ കൈ വെച്ച് മറക്കുന്നത്? ഒന്നുമില്ല. ഏയ് അങ്ങനെയൊന്നുമില്ല. അർജന്റായിട്ട് പോയിട്ട് വരാം. ഇല്ല അച്ഛാ, വേണ്ടോടല്ലേ പറഞ്ഞത്. എവിടുന്നാടാ ഈ പണം? അച്ഛാ, അത് പിന്നെ ഗ്രൗണ്ട് വാങ്ങിക്കാൻ കാശില്ലാത്തോണ്ട്, അതുകൊണ്ട് അച്ഛൻ നെല്ല് വിറ്റ് കിട്ടിയ കാശുണ്ടല്ലോ, ആ കാശ് ഞാൻ അതങ്ങ് എടുത്തച്ചാ. എന്തോന്നാടാ പറഞ്ഞേ? ഓരോരുത്തന്മാര് കൃഷിക്ക് പൈസ ഇറക്കിയിട്ട് പൈസ തിരിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഈ സമയത്തെ ദൈവം നമുക്ക് ഇത്രയെങ്കിലും തിരിച്ചു തന്നെന്ന് സന്തോഷപ്പെടുമ്പോ ഇത് വെച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കുമ്പോ ഗ്രൗണ്ട് വാങ്ങിക്കാൻ പോവാന്നോ? ഗ്രൗണ്ട് വെച്ചാൽ കൃഷി നടക്കൂടാ. എടാ, ജീവിക്കാൻ ഒരു മാർഗവും നീ നോക്കത്തില്ലേ? പോടാ, എന്റെ മുന്നിൽ നിൽക്കരുത്, നിന്നെ ഞാൻ കൊല്ലും. ഞാൻ പോടാ. അമ്മേ, ഒന്ന് നിന്ന്. എന്താടാ ഗ്രൗണ്ട് വാങ്ങിക്കാൻ പൈസ തികയുന്നില്ല. ആരുടെ പലിശക്ക് വാങ്ങിച്ചു തരാം. എന്താടാ ഈ പറയുന്നേ? നീ എന്നെ നല്ലതുപോലെ നോക്കൂന്ന് വിചാരിച്ചാ ഇപ്പൊ നിന്നെ നോക്കട്ടെ ഗതികാടാണല്ലോടാ എനിക്ക്. മണ്ണുണ്ണി എപ്പൊ നോക്കിയാലും ഗ്രൗണ്ടിലാണല്ലോടാ പോയി കിടക്കുന്നത്. അതുകൂടാതെ ഈ വീട്ടിന്റെ ഓല ഒന്ന് മാറ്റാൻ പറഞ്ഞ അതിന് പോലും നിനക്ക് സമയമില്ല. ഇത് പോരാത്തതിന് അവന് ഞാൻ പലിശക്ക് പൈസ എടുത്തു കൊടുക്കണം. വന്ന് എന്നോട് ചോദിക്കുന്നു, നാളുണ്ടോ നിനക്ക്? ഇതേ നോക്ക്, ഞാൻ പറയുന്നത് കേട്ടോ, നീ മര്യാദക്ക് ജോലിക്ക് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ ചോറ്റിന് വിഷം വെച്ച് ഞാൻ നിന്നെ കൊന്നു കളയോടാ. പോയി പണി നോക്കടാ. എനിക്ക് വന്ന് ജനിച്ചിരിക്കുന്നു. ചേട്ടാ നമസ്കാരം. ഞാൻ നിങ്ങളുടെ അനിയന്റെ ഫ്രണ്ടാണ്. പാതൂർന്നാ വരുന്നത്. ആയിക്കോട്ടെ. നിങ്ങൾ ഈ പൈസക്ക് പണം കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപ തരാണെങ്കിൽ ഞങ്ങൾ മാസത്തിലോ അല്ല ആഴ്ചയിലും ഞങ്ങൾ കെട്ടിത്തീർത്തോളാം. ഞങ്ങൾ എന്തായാലും കിട്ടും. നിങ്ങളൊക്കെ പയ്യന്മാരില്ല, നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പണം തരും. ഇത്ര വർഷം ഞങ്ങൾ കളിച്ചോണ്ടിരുന്ന ഗ്രൗണ്ട് ആ സ്ഥലത്തിന്റെ ഓണർ വേറെ ആൾക്ക് വിറ്റു. ആ ഗ്രൗണ്ട് തിരിച്ചു പിടിക്കണം. അതുകൊണ്ടാണ്. എടാ കൊച്ചനെ, ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ വേറെ ഗ്രൗണ്ടിൽ പോയി കളിക്കണം. നിങ്ങൾക്കൊന്നും കാശ് തരാൻ പറ്റില്ല. ശരി പൊക്കോ, വീട്ടിൽ നിന്ന് മുതിർന്നവരെ വരാം. എന്നാ ഞാൻ പോട്ടെ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എടാ, വെറുതെ ഇരിക്കടാ, വെറുതെ ഇമോഷണൽ ആകാൻ പാടില്ല. നമ്മൾ ചേട്ടനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ പുറത്തോട്ട് പോവുക. ഇത് അവരുടെ ഏരിയ, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഏരിയയിലേക്ക് വരട്ടെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അച്ഛാ, എന്താ അച്ഛാ, രാവിലെ എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞ് ടൗണിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ. എന്താ കാര്യം? പിടിക്കേ. എന്താ അച്ഛാ അത്? നോക്കടാ. എന്തിനാച്ചാ ഇത്? ഗ്രൗണ്ട് വാങ്ങിക്കാൻ പണമില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിനുവേണ്ടിയാ. എങ്ങനെയാച്ചാ ഇത്രയും പണം? നമ്മുടെ വീടിന്റെ പ്രമാണം പണയം വെച്ചിട്ട് ഈ പൈസ വാങ്ങിച്ചു. 3 ലക്ഷം രൂപയാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അയാള് 2 ലക്ഷം രൂപ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു വീട് മാത്രമല്ലേ ഉള്ളൂ, അതും പണയം വെച്ചാൽ പിന്നെ എങ്ങനെയാച്ചാ? നോക്ക്, എന്റെ മകന്റെ ആഗ്രഹത്തിനേക്കാളും വലുതായി ഈ ഭൂമിയിൽ എനിക്ക് മറ്റൊന്നും തന്നെയില്ല. നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ വെറുതെ മദ്യപിച്ച് സമയം കളയുമ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇതുപോലൊക്കെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ഇതുപോലത്തെ സമയങ്ങളിൽ സഹായം ചെയ്യുന്നത് ദൈവം എനിക്ക് തന്ന സന്ദർഭമായിട്ട് കരുതുക. അച്ഛാ, ഞാൻ അച്ഛൻ്റെ മകനെ ജനിക്കാൻ വേണ്ടി ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട് അച്ഛാ.
മുരുക മുരുക എന്താടാ മുരുകനുണ്ടോ അച്ഛാ? എന്താ കാര്യം? അത് ചെയ്യാൻ പോണം ഇത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ട് അവന്റെ കാലടിച്ച് അകത്തിട്ടില്ല നിങ്ങള്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് കൈയും കാലും പോലും കഴുകിയിട്ടില്ല അവൻ. അതിനു മുമ്പ് വന്ന് നിൽക്കാണ് ഇവന്മാര്. എന്ത് പറ്റിയ എങ്ങനെയാ സംഭവിച്ചത്? ഇപ്പൊ അത് അറിഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ പോണേ? വലിയ ത്യാഗം ചെയ്തല്ലോ വന്നിരിക്കാ. നിങ്ങളൊക്കെ ഇനി ഇങ്ങോട്ട് കണ്ടുപോകരുത്. എല്ലാം എവിടെ പോയിരിക്കാ? അവൻ എങ്ങനെയാ അപകടം സംഭവിച്ചത്? അതിന് അയാൾ പറയുന്നില്ലല്ലോ. ഡാ, ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കൊന്ന് അങ്ങ് പോയി നോക്കാം. ശരി, വാ, നമുക്ക് നമുക്ക് പോയി നോക്കാം വാ. മുരുക മുരുക, നിന്റെ കാലിന് എന്തോ പറ്റി നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ, എന്ത് പറ്റി? അതല്ല ഒന്നുമില്ലടാ. ഞാൻ ഫോറിൻ പോകുന്ന കാര്യം നിങ്ങൾ അറിയാൻ പാടില്ലെന്ന് എന്റെ അച്ഛൻ കള്ളം പറഞ്ഞതാ. എന്താടാ ഫോറിനിലേക്ക് പോകണോ? അതേടാ, സ്ഥലം വാങ്ങിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാള് ഞാൻ ഫോറിൻ പോയെങ്കിൽ 2 മാസത്തെ ശമ്പളം ഇവിടെ തന്നെ അഡ്വാൻസ് ആയിട്ട് തരാമെന്ന് പറഞ്ഞടാ. എനിക്ക് വേറെ വഴിയില്ല, അതുകൊണ്ടാ സമ്മതിച്ചത്. എന്ന് വെച്ചിട്ട് ഞങ്ങളോട് പറയാതെ പോവുന്നേ? അതൊന്നും ഇല്ലടാ. ഞാൻ ഫോറിൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞെങ്കിൽ എന്റെ അച്ഛൻ എന്നെ അയക്കില്ലെന്ന് പറഞ്ഞടാ. അത് മാത്രമല്ലടാ, ഞാൻ പോകുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ വേണ്ടാന്ന് തടയുന്നുള്ളത് കൊണ്ടാടാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്ത. എന്താടാ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നേ? മച്ചാനെ, നിന്റെ അച്ഛൻ എത്രയോ ചീത്ത പറഞ്ഞിട്ടും ഫോറിനിലേക്ക് പോയില്ല എന്ന് പറഞ്ഞു നീ ഇന്ന് നമ്മുടെ ഗ്രാമത്തിന് ഗ്രൗണ്ട് വേണമെന്ന് വെച്ചിട്ട് നമ്മുടെ ഗ്രാമം വിട്ട് പോവാനോടാ. ഇതൊരു വലിയ കാര്യമാണോ? എന്റെ ജീവൻ കൊടുത്താൽ നമുക്ക് ഗ്രൗണ്ട് കിട്ടുമെങ്കിൽ ഞാൻ അത് തരാനും റെഡിയായിരുന്നടാ. ഇതില് മൊത്തം 20,000 രൂപയുണ്ട്. മച്ചാനെ, ഏതോ എന്നാലായത്. നീ വിഷമിക്കണ്ട മച്ചാനെ. നീ ഫോറിന് തിരിച്ചു വരുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഗ്രൗണ്ട് ഉണ്ടായിരിക്കൂടാ. തീർച്ചയായിട്ടും നീ വിഷമിക്കണ്ടടാ. നീ പോയിട്ടാ, സൂക്ഷിച്ചു പോടാ. സൂക്ഷിച്ചു പോയിട്ട് ഞങ്ങളുണ്ടടാ. ശരി എന്നാ സൂക്ഷിച്ചു പോയിട്ട് വാ. ബൈ ബൈ. എന്താ കളിക്കുന്നോ? ഓരോരുത്തർ ആ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി 5 ലക്ഷം തരാം 6 ലക്ഷം തരാന്ന് ക്യൂ നിൽക്കുന്നു. ഇപ്പൊ 20,000 കുറയുന്നു. എന്താ കളിക്കുന്നോ? ഞാൻ പറയുന്നത് ശരിക്ക് കേട്ടോണം. ഇനി 4 ദിവസം ഞാൻ സമയം തരും. 3 ലക്ഷം എടുത്തോണ്ട് വന്നാലേ ആ സ്ഥലം നിനക്ക് കിട്ടൂ. ഇല്ലെങ്കിൽ ആ വേലൂന് ഞാൻ ആ സ്ഥലം വിൽക്കും. ഓടാ, പോ പൈസ എടുത്തോണ്ട് ഓടാ. പാവം ഒന്ന് പാതി വിലക്ക് കൊടുക്കാൻ വന്നപ്പോ വന്നു സ്ഥലം വാങ്ങിക്കാൻ. എന്താച്ചാ, പണം കിട്ടിയോ? ധരണി, ഞാനും പലരോടും കടം ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആരും തരാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. മണ്ണിനെ വിശ്വസിച്ച് പണം തരാമെന്ന് പറയുന്നു, പക്ഷേ മനുഷ്യനെ വിശ്വസിച്ച് തരില്ലെന്ന് പറയുന്നു. ഇത് എന്തൊരു ലോകമാണ്. അച്ഛാ, ഇപ്പൊ ബാക്കി പണത്തിന് എന്താ ചെയ്യാ? ചായക്കടയിലോട്ടൊന്നും കാണാനില്ലല്ലോ. എന്നോട് വല്ല ദേഷ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ചേട്ടാ, ഗ്രൗണ്ട് വാങ്ങിക്കാനായിട്ട് 20,000 രൂപയുടെ കുറവുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളും ഒരുപാട് ശ്രമിച്ചു നോക്കി, എവിടെയും ഞങ്ങൾക്ക് പണം കിട്ടിയില്ല. എന്തോന്നാടാ ഇത്? മുമ്പൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്റെ അടുത്താ വന്ന് പറയാറുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം എത്തിയല്ലേ? എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അതല്ല ചേട്ടാ, ഞങ്ങള് ക്രിക്കറ്റ് കളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഗ്രൗണ്ടിന് വേണ്ടി പൈസ ചോദിച്ചാ നിങ്ങൾ ഞങ്ങൾ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാ. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നതിനെ ഞാൻ വഴക്ക് പറയുന്നത്. ഗ്രൗണ്ട് വേണ്ടാന്ന് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുതിർന്നവർ ചെയ്യേണ്ട ജോലിയൊക്കെ നിങ്ങൾ ചെറുപ്പക്കാർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആ വിചാരം ഉണ്ടല്ലോ, സത്യത്തിൽ അതൊരു വലിയ കാര്യം തന്നെയാ. എനിക്ക് നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നേ ആ സ്ഥലം ഞാൻ തന്നെ പൈസ ഇട്ട് വാങ്ങിച്ചു തന്നേനെ. എന്റെ അടുത്ത് ഉള്ളത് ഈ 3,000 രൂപയാ. ഈ 3,000-നെ 30,000 ആക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പറ്റും. എന്താ ചേട്ടാ പറയുന്നത്? നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ ഈയിടയ്ക്ക് ഒരു കബഡി മാച്ച് നടക്കാൻ പോകുന്നു. ഫസ്റ്റ് പ്രൈസ് 30,000 രൂപയാ. ഈ 3,000 രൂപ നിങ്ങളുടെ ചെലവിനും അവിടുത്തെ എൻട്രൻസ് ഫീസിനായിട്ട് വെക്കാം. പോയി കളിക്കാം. തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് തന്നെയാ. അങ്ങനെ നിങ്ങളുടെ പ്രശ്നവും തീരും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ചേട്ടാ, വെറുതെ കോമഡി ഇറക്കില്ലേട്ടാ. ക്രിക്കറ്റ് കളിക്കുന്ന ഞങ്ങൾ എങ്ങനെയാ കബഡി കളിക്കാ ചേട്ടാ? ഇനി അഥവാ കളിച്ചാലും ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? എന്തുകൊണ്ട് പറ്റത്തില്ല? ഇവിടെ പറ്റാത്തതായി ഒരു കാര്യം തന്നെയില്ല. പരിശ്രമിച്ചാൽ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് പറ്റില്ലെന്നുള്ള കാര്യങ്ങളും മറ്റുള്ളവർ എവിടെയോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റും. എനിക്ക് നിങ്ങളിൽ അത്രയ്ക്ക് വിശ്വാസമുണ്ട്. ശരി ചേട്ടാ, ഞങ്ങൾ വരാം. ഇത് മതിയടാ, ഞാൻ നിങ്ങളെ ജയിപ്പിച്ച് കാണിക്കാം. വാടാ.
വടമെടുത്തിടയുന്ന പുലിയുടെ മടയതിൽ പോരാട്ടം കൂടാം നൻപ. കൊടിയവൻ പടയുടെ ജടമുടി ഒതുക്കിടാം ഹീറോഡേ വാ നൻപ. വടമെടുത്തിടയുന്ന പുലിയുടെ മടയതിൽ പോരാട്ടം കൂടാം. കൊടിയവൻ പടയുടെ ജടമുടി ഒതുക്കിടാം ഹീറോഡേ വാ. ചുണയോട് പോരാടാം, ജയമതിൽ നീരാടാം. ചൂണ്ടയിൽ കൊത്തിടാൻ ചെറുമീനൽ ഇന്നു നാം. പന്തമായി കത്തിടാം, ചിന്തയതിൽ ചൂടേകാം. പൊന്തിവാ പൊന്തയിൽ ഒളിയാതെ മുന്നേവാ. കബഡികൾ ആടിവാ, കരമൊന്നു കോർത്തുവാ. വടമെടുത്തിടയുന്ന പുലിയുടെ മടയതിൽ പോരാട്ടം കൂടാം. കൊടിയവൻ പടയുടെ ജടമുടി ഒതുക്കിടാം ഹീറോഡേ വാ. തോളിലായി താളുകൾ ചേർത്തു നാം മുന്നേറും. വിജയക്കൊടികൾ പാറിയിടും. തോളിലായി താളുകൾ ചേർത്തു നാം മുന്നേറും. വിജയക്കൊടികൾ പാറിയിടും. ആകാശം വെന്നിടാം, മായങ്ങൾ നേടിടാം. ശത്രു മുന്നിൽ മുട്ടുകുത്തും ചേർന്നു നിന്നാല്. സിംഹങ്ങൾ പോലും പതുങ്ങിടും ജ്വാല കണ്ടാല്. വടമെടുത്തിടയുന്ന പുലിയുടെ മടയതിൽ പോരാട്ടം കൂടാം. കൊടിയവൻ പടയുടെ ജടമുടി ഒതുക്കിടാം ഹീറോഡേ വാ നൻപ. നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? അരൂര് നേട്ടാ. ശരി, നോട്ട് ചെയ്യാൻ റെഡി ആയിരുന്നു. ശരി ശരി ശരി. കബഡി ടൂർണമെന്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ വാശിയേറിയ മത്സര ഗ്രൗണ്ടിലേക്ക് ചേട്ടാ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. സ്വാഗതം. എന്താ എല്ലാരും കബഡി കളിക്കാൻ വന്നതാണോ? അത് ചേട്ടാ, ഞങ്ങളെല്ലാരും പാതൂർന്നാണ് വരുന്നത്. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇവിടെ ഏത് മാച്ചാ നടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? ആരെ അന്വേഷിച്ചു? കബഡി മാച്ചല്ലേ? അതെ, കബഡി മാച്ച് തന്നെയാ. ഇവിടെ നടക്കുന്നത് 50 കിലോ വെയിറ്റ് മാച്ചാ. ഈ നാട്ടിലെ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ നിങ്ങളെയൊക്കെ കണ്ട ഒരു 60-70 കിലോക്ക് മേളിലുണ്ടാവും തോന്നുന്നു. എങ്ങനെ ചേർക്കാൻ കഴിയും? പഠിച്ച പിള്ളേരല്ലേ നിങ്ങള്? നോട്ടീസ് കണ്ടില്ലേ? മത്സരം കരുത്തുറ്റ കായിക താരങ്ങൾ അണിനിരക്കുന്ന സോറി ചേട്ടാ, ശരിക്കും അന്വേഷിക്കാതെ ഞങ്ങൾ വന്നത്. ഈ കബഡി ഞങ്ങൾ പോവാ. ശരി, പോയിട്ട് വരും. ഏവർക്കും സ്വാഗതം. ചേട്ടാ, എന്തായാലും എന്തോ വെയിറ്റ് മാച്ച് എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊന്നും അല്ലടാ, ഈ കളിക്കാൻ വരുന്നവരുടെ വെയിറ്റ് അവർ നോക്കാറുണ്ട്. 50 കിലോയ്ക്കുള്ളിലാണെങ്കിൽ അവർ കളിക്കാൻ സമ്മതിക്കും. അതിൽ 1 കിലോ എക്സ്ട്രാ നമുക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ അവർ കളിക്കാൻ സമ്മതിക്കത്തില്ല. ഇതിനെ വെയിറ്റ് മാച്ച് എന്ന് പറയുന്നത്. ചേട്ടാ, ഇത് വിശ്വസിച്ചല്ലേ വന്നത്. ഇപ്പൊ പണത്തിന് എന്താ ചെയ്യാൻ പോന്നെ? അതെ, എനിക്കും ഒന്നും മനസ്സിലാവാത്തത്. ആവശ്യമില്ലാതെ നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ സമയവും കളഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. ശരി, വരണടാ, നമുക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവാം. വാ. ചേട്ടാ, മെയിൻ റോഡിലേക്ക് പോകണോ? ബസ് വല്ലോ ഇപ്പൊ വരുമോ? ബസ് വരാൻ 1 മണിക്കൂർ കൂടുതലാവില്ലേ ഇവിടെ? 1 മണിക്കൂറിൽ കൂടുതലാവുക? അതേന്നെ, കബഡി കോമ്പറ്റീഷന് വന്നാണോ നിങ്ങൾ? ചേട്ടാ, എന്തുകൊണ്ടാ കളിക്കാതെ തിരിച്ചു പോകുന്നേ? ഞങ്ങള് കളിക്കാൻ തന്നെ വന്നത്. വന്നപ്പോൾ 50 കിലോ മാച്ച് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് ആർക്കും കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാ. അതെ, വന്നിട്ട് എന്തിനാ വെറുതെ വേസ്റ്റ് ആയിട്ട് തിരിച്ചു പോകുന്നേ? ഇവിടെ അടുത്തൊരു സ്ഥലത്തും കബഡി കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതെ, ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഒരു ടീം പോയിട്ടുണ്ട്. അത് ശരി. ആദ്യ സമ്മാനം 20,000 രൂപ. 20,000? അതേന്നെ. എവിടെയാ നടക്കുന്നത്? ഇവിടെ കല്ലക്കുടിച്ചിലടുത്താ. ഓ, അവിടെ വെച്ചാണോ? നമുക്ക് പോവാടാ, ഒന്ന് പോയി നോക്കാം. ശരി ചേട്ടാ, എന്നാ ഞങ്ങൾ പോവാ. എന്നാ ശരി. ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ? എന്തിനാ ആലോചിക്കുന്നത്? വാ, നമുക്ക് പോവാം. അത് കുറെ ദൂരമുണ്ട്, നമുക്ക് ഗ്രാമത്തിലേക്ക് ചേട്ടാ, ഇവിടുന്ന് 2 മണിക്കൂറിലേ ഉള്ളൂ. ഇതൊക്കെ ഒരു ദൂരാണോ? വാ, നമുക്ക് പോവാം. മനസ്സിലാക്കടാ, നമുക്ക് അവിടേക്ക് പോകണ്ട. ചേട്ടാ, വാ ചേട്ടാ, നമുക്ക് പോവാം. വാ. നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? വരണടാ. എന്ത്? ഇത്രയും നാൾ പറയണ്ടെന്ന് കരുതിയിരുന്നതാ. വേറെ മാർഗമില്ല. ഇപ്പൊ ഞാൻ പറയാം. അവിടെ നമ്മൾ കബഡി കളിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് ബോഡിയെ തിരിച്ചു വരൂ. ചേട്ടാ, എന്താ ചേട്ടൻ പറയുന്നത്? അതേടാ,
20 വർഷത്തിന് മുൻപ് ആ ഗ്രാമത്തിൽ ജെമിനി കബഡി ടീം എന്നൊരു ടീം ഉണ്ടായിരുന്നു. ഈ ജല്ലിക്കെട്ടൊക്കെ ഇപ്പോൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതുപോലെ അവരും കബഡിയെ അപ്പോൾ ജീവനതുല്യം സ്നേഹിച്ചവരാ. എവിടെ കബഡി കളിക്കാൻ പോയാലും അവരായിരുന്നു ജയിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് ആരും തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നു. നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു ടീമിന്റെ കൂടെ കളിച്ചവർ തോറ്റുപോയി. സാധാരണ ഒരു ടീമിന്റെ കൂടെ തോറ്റുപോയെന്ന് ആ ടീമിലുള്ള എല്ലാവരും വിഷം കുടിച്ച് നമ്മുടെ ഗ്രാമത്തിലുള്ള ആറിന്റെ തീരത്ത് വെച്ച് ആത്മഹത്യ ചെയ്തു. ഇതറിയാത്ത ആ ഗ്രാമത്തിലുള്ളവർ അവരുടെ മരണത്തിന് കാരണം നമ്മളാണെന്ന് വിചാരിച്ച് നമ്മളെ കൊല്ലാൻ നടക്കുക. രണ്ട് ഗ്രാമത്തിനുള്ളിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ അവിടെ പോയി കബഡി കളിക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ പോയാലും അവർ വെറുതെ വിടുവോ? എന്തേലും പറയടാ. ചേട്ടാ, ഇത്രയും വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ആരോടും ഒരു വാക്ക് പോലും പറയാതെ മൂടി മറിച്ചില്ല. എന്നെ എന്തെങ്കിലും പറയാൻ വിട്ടാലല്ലേ? കബഡി എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ കളിയാക്കിക്കൊണ്ട് നീയെല്ലാം ഓടി പോകാറല്ലേ ചെയ്യാറ്? നിന്നെയൊക്കെ കെട്ടിവെച്ചിട്ട് എനിക്ക് ഈ കഥ പറയാൻ പറ്റുമോ? എന്നെ പ്രാന്തനാക്കിയനെ. ശരി ശരി, സമയം കളയണ്ട, നമുക്ക് പോകാം, വാ. ചേട്ടാ ഒരു മിനിറ്റ്. എന്താന്ന് വെച്ചാ നമ്മള് പാതോർന്ന് പറഞ്ഞാലല്ലേ അറിയുള്ളൂ. നമ്മൾ ഏതെങ്കിലും വെഴിപ്പുറം അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് നാടിന്റെ പേര് മാറ്റിയാൽ എന്താ? അവർക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ചേട്ടാ, ഇത് നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നത്. ഇതെന്തായാലും വർക്കൗട്ട് ആവും. അതെ ചേട്ടാ, ഈ സംഭവം നടന്നിട്ട് കുറെ വർഷങ്ങളായില്ലേ, എല്ലാരും മറന്നു കാണും. നമുക്കൊന്ന് പോയി നോക്കാം ചേട്ടാ. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാ, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയാ എനിക്ക്. പേടിച്ചാൽ തന്നെ പകുതി ബലം പോയിന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ധൈര്യമായിട്ട് പോവാന്നേ, വയനാട് വെച്ച് നോക്കാം. ചേട്ടാ ആലോചിക്കണ്ട. പോവാം. ആളിയ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ വിഷമിക്കണ്ട. ചേട്ടാ ഇദ്ദേഹത്തോട് ചോദിച്ചാലോ? അനിയ, ഈ കബഡി നടക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാ? ഇവിടെ അടുത്താണ്, നേരെ പോയാൽ മതി. ശരി ശരി, വാ വാ പോ. ഞങ്ങളുടെ ഗ്രാമത്തിൽ കബഡി കളിക്കാൻ വന്നിരിക്കുകയാണോ? ചേട്ടാ എന്താടാ? അടുത്ത മാച്ച് ഭാരതിയാർ ടീമിന്റെ കൂടെയാന്നാ പറഞ്ഞേ. ഓ അത് ശരി. ശരി, നീ ഒരു കാര്യം ചെയ്യ്, വെള്ളം കൊണ്ടുവാ. ഈ കബഡി ടൂർണമെന്റിൽ മത്സരിക്കുവാൻ പോകുന്ന ടീം അംഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും കോച്ചിന്റെ തീരുമാനപ്രകാരവും മാത്രമേ നിങ്ങൾ കബഡി കളിക്കാവൂ. വളരെ ശക്തിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. കാണികളെ ഹരം കൊള്ളിക്കുന്ന ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞോ? എല്ലാരും എൻട്രൻസ് ഫീസ് കിട്ടിക്കഴിഞ്ഞില്ല അല്ലേ? ശരിയാണ്. ആ ചേട്ടനെ കൊടുത്ത ആ ലിസ്റ്റ് കൂടെ ഒന്ന് നോക്ക്. ചേട്ടാ ഈ ലിസ്റ്റ് നോക്കിയേ. ചേട്ടാ നമസ്കാരം. പറയൂ. ഞങ്ങള് വിളുപ്പുറത്തു നിന്ന് വരുന്നവരാ. ഞങ്ങളുടെ ടീമിന്റെ പേര് ടോണി കബഡി ടീം എന്നാ. എൻട്രൻസ് ഫീസ് കിട്ടിയിട്ട് ഞങ്ങളുടെ ടീമിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. ടീമിന്റെ ഫൈനലായി കഴിഞ്ഞിരിക്കുക. ഇപ്പോഴല്ലേ നിങ്ങൾ വന്നത്? ഇല്ല ചേട്ടാ, ഇവിടെ മാച്ച് നടക്കുന്ന കാര്യം ഇന്ന് രാവിലെയാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ കുറച്ച് താമസിച്ചത്. ഇവരുടെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റേട്ടാ. ഒരുപാട് ദൂരത്തുനിന്ന് വരികയാണ്. എന്തെങ്കിലും ഒന്ന് നോക്കി ചെയ്യണം പ്ലീസ്. പറഞ്ഞാ മനസ്സിലാവില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. വന്നതിന് വേണമെങ്കിൽ മാച്ച് കണ്ടിട്ട് പോയിക്കോളൂ, അല്ലെങ്കിൽ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. എന്താ തെറ്റിദ്ധരിക്കരുത്. ശരി, ഫൈനലിന്റെ ടീമുകളുടെ പേര് പറ. പറയാം. ഒന്ന് മഴവില്, സെക്കൻഡ് അംബേദ്കർ, മൂന്നാമത്തത് PRS. എല്ലാം ശരിയാണല്ലോ അല്ലേ? ബാക്കി ടീംസ് കൂടെ ഇപ്പൊ ഓർഡർ ചെയ്യണം. ആ അടുത്ത ഗ്രാമത്തിലുള്ളവര് ഇവിടെ കബഡി കളിക്കാൻ വേണ്ടി വന്നിരിക്കുക. അത് ശരി, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത്. നീ പറഞ്ഞതുപോലെ അവരെ ഇല്ലാണ്ടാക്കാനുള്ള പറ്റിയ സമയം ഇത് തന്നെയാടാ. ശരിയാടാ. മനകണ്ടില്ലേ? അവന്മാരാണോ?
അതെ അതെ, അവന്മാര് തന്നെയാ. നിർത്തടാ വണ്ടി. നിർത്തടാ. സാധനം കൊണ്ട് എടുക്കടാ. ഇയാളെന്നോടെ ഇവിടെ ഈ സമയത്ത്? ചേട്ടാ വാ ചേട്ടാ, സുഖാണോ? കണ്ട് കുറെ ദിവസമായല്ലോ. ശരിയാ, കണ്ടിട്ട് ഒരുപാട് നാളായി. അല്ല, നീ എന്താ ഇപ്പൊ എന്റെ നാട്ടിലെത്തിയേ? ഇത് ചേട്ടന്റെ ഗ്രാമമാണോ? പിന്നല്ലാതെ. അല്ല ചേട്ടാ, കബഡി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാ. ആഹാ. കുറച്ച് ലേറ്റ് ആയി പോയി, ചേർക്കാൻ പറ്റില്ലെന്ന് അവര് പറഞ്ഞു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും നീ പേടിക്കണ്ട. ഈ കബഡി നടത്തുന്ന മൊത്തം ഞങ്ങൾ തന്നെയാ. നീ കമ്മിറ്റി ഓഫീസിലേക്ക് വാ. വളരെ നന്ദി ചേട്ടാ. ചേട്ടാ പറയാൻ മറന്നു, ഇദ്ദേഹമാണ് ഷൺമുഖൻ ചേട്ടൻ. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് നല്ലോണം അറിയാവുന്ന ആളാ, നിറയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏയ്, അതൊന്നും വലിയ വിഷയമല്ലടാ. നീ വാ. ശരി ചേട്ടാ, എല്ലാരും വാ. അടുത്ത കബഡി ടൂർണമെന്റ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ ആരംഭിക്കുന്നു. അനൗൺസ് ചെയ്യുന്നതേ നാളെ മാച്ച് ഉണ്ടെന്ന് പറയാനാ. അല്ല, നിങ്ങൾ പെട്ടെന്ന് പോണെന്ന് പറഞ്ഞ. ഇവന്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങള്. ശരി, നിങ്ങൾ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. ശരി ചേട്ടാ. എടാ നിന്നെ, അയാള് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് നീ ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്നല്ലോ. നീ ഏത് ഗ്രാമത്തിൽ നിന്ന് വരുന്നെന്നുള്ള കാര്യം അയാൾക്ക് അറിയാവോ? അദ്ദേഹത്തിന് അറിയാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്റെ നാട് വിഴുപ്പുറന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ നമുക്ക് യൂസ് ആവാൻ പോകുന്നു. അതുകൊണ്ടൊന്നും പേടിക്കാനില്ല, വിഷമിക്കണ്ട ചേട്ടാ, നമുക്ക് പോവാം. എങ്കിൽ ശരി, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ഈ ടൈം മാറ്റിയിട്ട് കഴിഞ്ഞ കാര്യം പിന്നെന്തായി? അതാണ് ആലോചിക്കുന്നത്. അതെ, ഇവരൊക്കെ ഷൺമുഖൻ സാറിന് വേണ്ടപ്പെട്ടവരാ. നിങ്ങളോട് ഇവരെ മാച്ചിൽ ചേർക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാ പുള്ളി. വിനയപൂർവ്വം ഫിക്സ് ചെയ്ത ടീം തന്നെ ഇവിടുന്ന് പോയിരിക്കുക. ഇപ്പൊ തന്നെ അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. എന്തായാലും കൊള്ളാം, നിങ്ങൾ വന്നതൊരു കാര്യമായി. എൻട്രൻസ് ഫീസ് കൊടുത്തിട്ട് ഡ്രസ് എല്ലാം ചേച്ചി. വളരെ താങ്ക്സ്. ശരി, താങ്ക് യു സർ. ശരി. ചേട്ടാ, എന്താടാ? അവരിവിടെ അടുത്തുള്ള സ്കൂളിലാണ് താമസിക്കുന്നത്. ആ, അത് ഞാൻ നോക്കിക്കോളാം. തൽക്കാലം നീ ഇപ്പൊ നമ്മളുടെ പിള്ളേരെ വരാൻ പറഞ്ഞിട്ട് നീ നാളെ വാ. ചേട്ടാ, ഇപ്രാവശ്യമെങ്കിലും കബഡി കളിക്കാൻ ഒരു ചാൻസ് തരൂ ചേട്ടാ. പൊന്നു മോനെ, ഇത് ഒളിച്ചാമ്പത്ത് കളിയല്ല, കബഡിയാണ്. മോൻ ഇവിടെ നിന്ന് തമാശ പറയണ്ട. ചെല്ല്, അവരെ വിളിച്ചോണ്ട് വാ. നല്ലോണം കളിക്കും ചേട്ടാ. ഡാ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഞാൻ നല്ല ചൂടില്ല. നിന്നെയൊക്കെ കളിക്കാറക്കി അങ്ങ് കളിച്ച് മലമറിക്കോ നീയൊക്കെ. ശരിടാ, ഞാനെന്നാ തിരിച്ചു പോവോ? ആ, നിങ്ങളെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ വിട്ടിട്ട് പോകുന്നത്? എനിക്ക് പേടി തോന്നുന്നു. ചേട്ടാ അതിനെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. ചേട്ടൻ ആദ്യം ചേച്ചി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ കാര്യം നോക്ക്. നമുക്ക് നാളെയല്ലേ മാച്ച്, അത് നോക്കാം. നമുക്ക് സൂക്ഷിച്ചൊക്കെ ഇരിക്കണം, മനസ്സിലായോ? ശരി ചേട്ടാ. അനിയ, ആ എങ്ങനെയുണ്ട്? തങ്ങുന്ന സ്ഥലമൊക്കെ കൊള്ളാമോ? നന്നായിട്ടുണ്ട് ചേട്ടാ. ആ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കും കാരക്കുടി ടീമിന് ഇപ്പോൾ ഒരു മാച്ച് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് വാ. ചേട്ടാ ഞങ്ങൾക്ക് നാളെയല്ലേ മാച്ച് എന്ന് പറഞ്ഞത്. ഇല്ല നിയ, പെട്ടെന്ന് പ്രോഗ്രാം മാറി, അതുകൊണ്ടാ. ശരി ചേട്ടാ, ഞങ്ങൾ വരാം. ശരി അനിയ, ലേറ്റ് ആവരുത് കേട്ടോ. ഡാ, ആ ചായക്കട ചേട്ടൻ ഇല്ലാണ്ട് എങ്ങനെയാണ് കളിക്കുന്നത്? ചേട്ടന് പോകാൻ കണ്ട സമയം. ഡാ, അദ്ദേഹം തന്നെ ചേച്ചിക്ക് സുഖമില്ലാന്ന് പോയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ വിളിച്ചാൽ അത് ശരിയാവില്ലടാ. ഈ ഒരു മാച്ചല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ശ്രമിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതെ ശരി, ശരിയെന്നാ പോവാൻ വാ. വാശിയേറിയ മത്സരത്തിൽ PRS 27 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. ഭാരതീയാരണിയെ പോയിന്റിൽ പിന്തള്ളിക്കൊണ്ട് 2 പോയിന്റ് കൂട്ടിയെടുത്തിരിക്കുകയാണ് PRS. വളരെ ശക്തിയേറിയ മത്സരമാണ്. നിങ്ങളുടെ ടീമിന്റെ പേരും നാടിന്റെ പേരൊക്കെ എഴുതിയ ടീഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിട്ട് നന്നായിട്ട് കളിക്ക്. വീക്ഷിക്കുവാനുമായി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് ഞങ്ങൾക്ക് ബനിയനില്ലാത്ത കാര്യം ചേട്ടൻ എങ്ങനെ അറിയാം? എല്ലാം എനിക്കറിയാം. നിങ്ങളിവിടെ വന്ന അവസ്ഥയൊക്കെ ആ ചായക്കടക്കാരൻ എന്നോട് പറഞ്ഞു. PRSന്റെ ക്യാപ്റ്റൻ വളരെ മനോഹരമായ അതെയോ? കാഴ്ചയാണ് വെച്ചിരിക്കുന്നത്. വളരെ വളരെ താങ്ക്സ്. അമ്മേ, ആ ഞാൻ കോളേജിൽ പോയിട്ട് വരാം. ആ പോയിട്ട് വാ മോളെ. എന്താ മോളെ, കോളേജിൽ പോവാണോ? ആ ചേട്ടാ. ശരി, കഴിച്ചോ? കഴിച്ചു. ശരി മോളെ, സൂക്ഷിച്ചു പോ. ശരി ചേട്ടാ. ഇരിക്ക്, പോയാലോ? പോവാടി.
അടുത്തതായി ഈ ഗ്രൗണ്ടിൽ നടക്കുന്നത് ധോണിയും കബഡി ടീമുമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ വാശിയേറിയ മത്സരം നടക്കുകയാണ്. ധോണി കബഡി ടീം വളരെ ശക്തിയേറിയ കാഴ്ചവെക്കുവാനായിട്ട് ഗ്രൗണ്ടിൽ അണിനിരന്നിരിക്കുകയാണ്. അവരുടെ വ്യായാമ മുറകൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തിയേറിയ ഒരു മത്സരം നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെന്ന ഉള്ള വിശ്വാസത്തോടു കബഡിയിൽ ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുമോ? വരുന്നവരെ പൊറോട്ട മാവ് പോലെ പിടിച്ചേക്കണം. ചേട്ടാ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യുന്നതൊക്കെ വ്യത്യാസമായിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ടീമിന്റെ പേര് കാരക്കുടി ടീം എന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ആരാണ് ഏട്ടാ? അതൊന്നുമില്ല അനിയാ, ഞങ്ങളൊക്കെ കാരക്കുടി ഹോട്ടലിൽ ജോലി ചെയ്യാം. ഒരു ദിവസം പോലും കബഡി കളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന വിദ്യകളൊക്കെ കാണിച്ച് കളിക്കാൻ പോകും. ഇതിൽ ജയിച്ച് ഇതിൽ വരുന്ന കാശുകൊണ്ട് ജാളിയായിട്ട് വെള്ളം അടിക്കാനാണ്. സൂപ്പർ ചേട്ടാ. ചേട്ടാ നിങ്ങളുടെ ഹോട്ടലിന്റെ നെയിമാണ് കാരക്കുടി എന്ന് വിചാരിച്ചാ നിങ്ങളും കുടിക്കുന്ന ആൾക്കാരൊക്കെ ആണല്ലോ. നിങ്ങൾ കാരണം ഹോട്ടലിൽ മാത്രമല്ല വരുമാനം, ഈ നാടിനും ചേർത്താണ് വരുമാനം. ശരി വരട്ടെ ചേട്ടാ. എന്താണ് അവര് പറഞ്ഞത്? അവരൊക്കെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരാടാ. അതെ, ബാക്കി വെച്ചതൊക്കെ കഴിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന പോലെ നിൽക്കാണ്. കബഡി 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 എന്തൊരു കളിയാണ് ഒരു നാണമില്ലാതെ അവന്മാരുടെ കാലിന്റെ അടി കൂടെ പോയിട്ട് വരുന്നു. അതൊക്കെ പോട്ടെ, ഇത്ര പേര് നിന്നെ ചുറ്റി വളച്ചില്ലേ? അതെങ്ങനെ ഒരാളുടെ അടുത്ത് പോലും പെടാതെ നീ എങ്ങനെ രക്ഷപ്പെടുന്ന? എത്ര പ്രാവശ്യം ഹോട്ടലിൽ ഫുഡ് വെച്ചിട്ട് കാശ് കൊടുക്കാതെ ഒളിഞ്ഞു ഓടി വന്നിട്ടുണ്ടാവും. അതിന്റെ ട്രെയിനിങ് ആണ്. ഫ്രൈഡ് റൈസ് വിളമ്പുന്നതിനാ തോന്നുന്നു. കുറച്ചു നേരം ചൂടാക്കിയോ? നോക്കി പിടി കൊടുക്കല്ലേ? എന്തോ ചെയ്യുന്ന വളരെ ശക്തിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നതെന്ന് നമുക്കെല്ലാവർക്കും അതെ, ടൂർണമെന്റ് നടത്തുന്നേ. ഇങ്ങോട്ട് വന്നേ. ആരാ ചേട്ടാ നിങ്ങള്? എന്ത് പറ്റി? ടീമിൽ കളിക്കുന്ന ആള് കള്ളന്മാരാണ്. കള്ളന്മാരോ? എല്ലാരും എന്റെ കടയിൽ ജോലി ചെയ്യുന്നവരാ. ഇവര് വിശ്വസിച്ച് ഞാൻ കട ഏൽപ്പിച്ചിട്ട് പോയതാ. അവിടെ ഉണ്ടായിരുന്ന 50,000 ഒരു കട്ടെടുത്തോണ്ട് പോയെന്നേ. അതെ ചേട്ടാ. അതെ തന്നെ ഔട്ടായിരിക്കുന്നു. ധോണിയും ടീമും ഇതാ വിജയിച്ചിരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. മാത്രമേ ഇവിടെയുള്ളൂ. അതെ, നാളത്തേക്കുള്ള ആഹാരത്തിനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേട്ടാ. ചേട്ടാ വളരെ താങ്ക്സ് ചേട്ടാ. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആഹാ, അങ്ങനെയാണോ? വളരെ സന്തോഷം. അല്ല ചേട്ടാ, എന്തെങ്കിലും വിശേഷമാണോ? ഇത്ര പേർക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ടല്ലോ. ഞങ്ങളൊക്കെ പണ്ട് പുറത്തുപോയി കഴിക്കുമ്പോൾ ആഹാരം പോലും കിട്ടാതെ വളരെ വിഷമിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും പുറത്തുനിന്ന് കളിക്കാൻ വരുന്നവർ പട്ടിണി കിടക്കരുതെന്ന് ഞങ്ങൾ പഴയ ടീമെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചു. ഈ കാലത്തില് കപ്പൽ നിറച്ചും കാശുള്ളവന് പോലും അടുത്തവന് കഞ്ഞി ഒഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെ കബഡി പ്ലേസ് എല്ലാം ഒന്ന് ചേർന്ന് കഷ്ടപ്പെട്ട് ഭക്ഷണം വിളമ്പുന്നത് കാണുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ മനുഷ്യരുടെ രക്തത്തില് മനസാക്ഷി എന്നുള്ളൊരു കാര്യമുണ്ടെന്ന്. പറയടാ ചേട്ടാ, ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പനി അങ്ങോട്ട് കുറയുന്നില്ല. ശരിയേട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചേട്ടൻ പോയതിനു ശേഷം ഇവിടെ ഒരു മാച്ച് വെച്ചായിരുന്നു ചേട്ടാ. എന്നിട്ട് അതിൽ ജയിച്ചു ചേട്ടാ. കൊള്ളാടാ, ഞാൻ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. എന്നാ ശരി, ഞാൻ തിരിച്ചു വരുന്നവരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരിട്ട് വന്നേക്കാം. വേഗം വരാൻ നോക്കാം. ആ യോഗേഷ്, സുഖല്ലേ? എന്റെ പോലീസ് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. എന്താടാ പെട്ടെന്ന് ഈ ഭാഗത്തൊക്കെ? കബഡി മാച്ച് ഇല്ലേ, പോലീസ് ടീമിന് വേണ്ടി കളിക്കാൻ വന്നതാ. ഓ, ചേട്ടനൊന്ന് കണ്ടിട്ട് പോവാന്ന് വന്നതാ. എപ്പോഴാ മാച്ച്? വൈകുന്നേരം ചേട്ടാ. ശരി, കബഡി മാച്ചിൽ കാണാം. ഓക്കെ, ശരി കാണാം. മച്ചനെ, എല്ലാ കളി ഇതേപോലെ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫൈനൽ എത്താല്ലേ? കഷ്ടപ്പെടാതെ ജയിക്കണമെന്ന് വിചാരിക്കില്ലടാ. ഈ അതിഷ്ടം എന്നൊക്കെ പറയാറില്ലേ, അത് നമ്മുടെ ഇഷ്ടത്തിനല്ല, അതിന്റെ ഇഷ്ടത്തിനാണ് വരാറുള്ളത്. മനസ്സിലായോ? ഏയ് നിർത്ത് നിർത്ത് നിർത്ത്. നോക്കിയടാ അവള്. അല്ല, താനെന്താ ഈ നാട്ടില്? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ? ഓ സോറി, നിങ്ങളുടെ ഗ്രാമം കള്ളക്കുറിച്ചി ആയിരുന്നു അല്ലേ? അത് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ കബഡി മാച്ച് കളിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ക്രിക്കറ്റ് അല്ലേ കളിക്കാറ്? അങ്ങനെയൊന്നുമില്ല,
ഞങ്ങള് ചിലപ്പോ കബഡിയും കളിക്കാറുണ്ട്. ഓ അഞ്ജലി സമയമായി. കോളേജ് ടൈമായി, നമുക്ക് പിന്നെ കാണാം. ആ ശരി. സെറ്റായി തോന്നുന്നു. ആ പോവാം, പോയിട്ട് വരാം. ആ ശരി. അളിയാ, ഇവള് നമ്മളെ നാട്ടിൽ വന്ന സമയത്ത് നിനക്ക് ഇഷ്ടം പറയാൻ പറ്റില്ല. ഇനി മിസ് ചെയ്യണ്ട അളിയാ. എന്തായാലും നിന്റെ ഇഷ്ടം പറഞ്ഞോ, കേട്ടല്ലോ. അല്ല മച്ചാനെ, ഞാൻ അവളുടെ അടുത്ത് എന്റെ ഇഷ്ടം പറയാൻ പോകുന്നില്ല. എന്താടാ? ഡാ, ഞാനിപ്പോ എന്റെ ഇഷ്ടം പറയാൻ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാ നമുക്ക് കബഡി കളിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ ഗ്രൗണ്ട് ആടാ പ്രധാനം. വാ പോവാം. എന്താടാ ഇതിനു വേണ്ടി ഇത്രയും ദൂരം വരേണ്ട അവസ്ഥയാണല്ലോ. അവന്മാർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് വേഗം പോണം. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഫൈനൽ റൗണ്ട് ഈ ഗ്രൗണ്ടിൽ ആരംഭിക്കും. എത്ര നേരം ഒരു ബാത്റൂം പോവാ? ആ കാര്യം വിടറാ. നമുക്കെതിരെ കളിക്കാമെന്ന് നമിത എന്ന് പറഞ്ഞ ടീമാന്ന് കേട്ടല്ലോ. നല്ല ചരക്കുകളായിരിക്കും. വന്നാലും നോക്കടാ. വരട്ടെ, ഏതെങ്കിലും ഒരു സാധനത്തിനെ നീ പറഞ്ഞതുപോലെ ചെറിയ പെണ്ണുങ്ങളാടാ. സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ. ഈ വയസ്സായ കിളവന്മാരെ കണ്ടിട്ടാണോ നീ നല്ല ചരക്കെന്ന് പറഞ്ഞേ? നിനക്കെന്താ കണ്ണു കണ്ടൂടാ? ആളെ കളിയാക്കാണോ? ഒരു മത്സരം അരങ്ങേറും. പോയ കാര്യം എന്തായടാ? സുഖമില്ലെന്ന് തോന്നുന്നേ. കൈ പിടിച്ചേ. ഇരുപക്ഷണുണ്ടോ നോക്കടാ. കയ്യിൽ പിടിച്ച അങ്ങനെ തന്നെ. ആ സമയം നോക്കി എനിക്ക് വയ്യാതെ വന്നു. അല്ലെങ്കിൽ അവന്മാരെ രണ്ടുപേരും ഞാൻ കൊന്നേനി. അവന്മാരെ എങ്ങനെ കൊല്ലാൻ ശ്രമിച്ചാലും മിസ്സാവാണല്ലോടാ. അവന്മാരെ ഈ നാട് വിടുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വന്നല്ലോ. അതൊന്നും ഇല്ലടാ, വരുന്നവർക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അതാ ശരി, എന്നെ ഡ്രസ് ഇതാ നമ്മുടെ പ്രിയപ്പെട്ട കായിക താരങ്ങൾ ഈ വേദിയിലടുത്തിരിക്കുകയാണ്. അമിത വ്യായാമമുറകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ തന്നെ ഇവിടെ വളരെ ശക്തിയേറിയ മത്സരം ആരംഭിക്കും. അതിനെന്തിനാണെന്ന് ഇത്ര പേടിക്കുന്നത്? ഈസി ആയിട്ട് ജയിക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ അന്വേഷിച്ചതാണ്. അവരൊക്കെ നമിതയുടെ ഭയങ്കര ഫാൻസ് ആണ്. വെറുതെ തമാശ കാണിക്കാൻ വേണ്ടിട്ട് അവന്മാർ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത്. നമ്മുടെ കളി ഇവരുടെ കൂടെയാ. കളിക്കും. ശരിടാ. ഓർമ്മണ്ടല്ലോ. മറ്റേ നോക്കി രണ്ടുപേരും അവനകത്ത് വരുന്നുണ്ട്. നോക്കി പിടിക്കാം. ഒരു പണിയിൽ കെട്ടിടം ശ്രദ്ധിച്ച് കളിക്കും. പെട്ടെന്ന് ഒരാളെങ്കിലും
അദ്ദേഹം ജയിക്കുമെന്ന് 13 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. വളരെ ശക്തിയേറിയ മത്സരമാണ് ഇവിടെ കാഴ്ചവെക്കുവാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുവാതിരിക്കാൻ കഴിയില്ല. വളരെ ശക്തിയേറിയ ഒരു മത്സരം തന്നെയാണ് ഈ ഗ്രൗണ്ടിൽ അരങ്ങേറിയത്. കരുത്തുറ്റ കായിക താരങ്ങളുടെ വൻ പ്രകടനമാണ് ഈ ഗ്രൗണ്ടിൽ നടന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശക്തിയേറിയ ഒരു മത്സരം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഇരു ടീമുകളും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. കളിക്കാൻ നോക്ക്. പറ്റും. വളരെ ശക്തിയേറിയ പരാജയപ്പെടുത്തില്ല എന്ന ഒരു പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. വളരെ കായിക താരങ്ങൾ ഈ വേദിയിൽ അണിനിരന്നിരിക്കുകയാണ്. അവരുടെ ഒരു മത്സരം എല്ലാവരും ഇത് കാണുവാനും അപേക്ഷിക്കുകയാണ്. സൈഡ് ചേഞ്ച്. രണ്ട് പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ഒരു പോയിന്റിന് പരാജയപ്പെടുത്തിയാണ്. രണ്ടുപേർക്കും ഔട്ടായിരിക്കുകയാണ്. ഇതാ അതെന്തായാലും നന്നായിടാ. നീ ജയിപ്പിച്ചില്ലായിരുന്നുണ്ടല്ലോ, എല്ലാരും വെറും കൈവീശി നാട്ടിൽ പോകേണ്ടി വന്നേനെ. ഇപ്പൊ ഈ കബഡി അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. നാട്ടിൽ പോയിട്ട് വെറുതെ പൈസ അറിയാൻ വേണ്ടി തോറ്റിരുന്നെങ്കിൽ ചായക്കടക്കാരൻ ചേട്ടൻ എന്ത് ഉത്തരം പറയും? അല്ല മച്ചാനെ, നിങ്ങൾ പറഞ്ഞതുപോലെ എങ്ങനെ സംഭവിച്ചാലോ എന്നുള്ളൊരു പേടിയിലും നമ്മുടെ ഗ്രാമത്തിന് ഗ്രൗണ്ട് വേണമെന്നുള്ള വാശിയും കൊണ്ടാടാ ഞാൻ ഇങ്ങനെയൊക്കെ കളിച്ചത്. മച്ചാനെ, നിങ്ങളും അടുത്ത മാച്ചിലൊക്കെ നല്ല വാശിയോടെ കളിക്കടാ. എന്നാലേ നമുക്ക് നല്ലോണം ജയിക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് പോകാം. ശരി. എന്നാ പോലോ. വാടാ. ഭരണി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മൾ 2 മാച്ച് ജയിച്ചില്ലേ? ഇനി എന്തായാലും അടുത്ത മാച്ചിൽ നമ്മൾ തന്നെ ജയിക്കും. ശരി, വാ നമുക്ക് കഴിക്കാൻ പോവാം. എനിക്ക് വിശക്കുന്നില്ലടാ. നമ്മൾ ആ കുട്ടിയുടെ ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ കണ്ടിട്ട് നേരെ സംസാരിക്കാൻ പറ്റിയില്ല. ഇന്ന് മാച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവൾ ഒന്നും സംസാരിക്കാതെ പോയടാ. എന്താണെന്നറിയില്ല. അതാണ് മനസ്സിന് കുറച്ച് കഷ്ടമായിട്ടുണ്ട്. ഡാ, ഇതിനാണോ നീ ഇത്രയും കിടന്ന് ആലോചിക്കുന്നത്? നമ്മൾക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഈ പ്രശ്നം കൂടി വലിച്ചു കയറ്റണോ? മിണ്ടാണ്ട് വന്ന ജോലി നോക്ക്. നീ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർമ്മ വരുന്നേ. ആ പെണ്ണിന് നമ്മൾ ഏത് നാട്ടുകാരാണെന്ന് നന്നായി അറിയാം. അവൾ ആരുടെങ്കിലും പോയി പറഞ്ഞാ നമ്മളെ ഗതി എന്താവും? ഇതിനെക്കുറിച്ച് ആരും ആലോചിച്ചില്ലല്ലോ. ശരി, നിങ്ങൾ ആദ്യം പോയി വലതും കഴിക്കേ. നമ്മുടെ പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയണ്ട. മനസ്സിലായോ? ഞാൻ എവിടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഷൺമുഖം ചേട്ടനെ കാണാൻ വേണ്ടി പോയിരിക്കാന്ന് മാത്രം പറ. എന്തിനാ എന്നെ വിളിച്ച് ഒറ്റയ്ക്കൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞേ? അല്ല ചേട്ടാ, ഈ പാകൂർ കളിക്കാരൊക്കെ വിളിപ്പുറന്ന് കള്ളം പറഞ്ഞിട്ടായി ഗെയിമിൽ പങ്കെടുക്കുന്നത്. അതിനിപ്പോ എന്താ പ്രശ്നം? നിങ്ങൾ എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് അറിയില്ലേ? 20 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പോഴും ആ പ്രശ്നത്തെ പിടിച്ച് തൂയിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങളെ പോലുള്ളവരാണ് ഈ ഫീൽഡിനെ ഇങ്ങനെ ആക്കി നശിപ്പിക്കുന്നത്. കമ്മിറ്റി കൂടി തീരുമാനിച്ചൊക്കെ അറിയാലോ. ആദ്യം ഒരു കാര്യം ചെയ്യ്, കബഡി ടൂർണമെന്റിൽ നന്നായിട്ട് ജയിച്ച് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം. ഓരോ പ്രശ്നങ്ങളായിട്ട് വരും.
എന്തോന്നാടാ ഇയാള് ആ ഗ്രാമത്തുകാരെ പോലെ സംസാരിച്ചിട്ട് പോന്നേ? കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അവന്മാർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ തലയെ വീഴും. ഇനി എന്താടാ ചെയ്യുന്നത്? നീ പറഞ്ഞത് ശരിയാടാ. അവന്മാരെങ്ങനെ ഇല്ലാതാക്കണമെന്ന് നമുക്ക് വേറെ പ്ലാൻ ഇടാം. അഞ്ജലി, ഒരു മിനിറ്റ്. ഇവിടുന്ന് തനിച്ച് തന്നെ കാണാൻ വേണ്ടിയാ. എന്താ കാര്യം? ഒന്നുമില്ല, ഞങ്ങള് പാതൂർന്നാണ് വരുന്ന കാര്യം ഇവിടെ ആരത്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ലല്ലോ. വളരെ താങ്ക്സ് ഉണ്ട്. ഇനിയെങ്കിലും ആരടുത്ത് ഈ കാര്യം പറയല്ലേ. എന്തേ? ഒന്നുമില്ല, ഞങ്ങള് വീട്ടില് അടുത്തുള്ള ഒരു ഗ്രാമത്തില് കളിക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞുള്ളൂ. ഇത്രയും ദൂരം വന്ന കാര്യം പറഞ്ഞാ ചീത്ത പറയും, അതുകൊണ്ടാണ്. ശരി, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് വരേ. പിന്നൊരു കാര്യം, ആനന്ദിയോട് എന്നെ പ്രേമിക്കുന്നെന്ന് പറഞ്ഞിരുന്നോ? അത് സത്യാണോ? ഇപ്പൊ എന്തിനാ അതൊക്കെ? സാരല്ലേ, വിട്ടേക്ക്. ഇല്ല, പറഞ്ഞിട്ട് പോ. അതെ അഞ്ജലി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. സോറി, എന്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തയില്ല. എന്റെ അമ്മയും ചേട്ടനും പറയുന്ന ആളെ അവരെയും ഞാൻ കല്യാണം കഴിക്കൂ. ആവശ്യമില്ലാതെ മനസ്സിൽ ഓരോന്ന് വെക്കില്ലേ. ഇത് വേറെ ആരെങ്കിലാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. നിങ്ങളായതുകൊണ്ടാ. ശരി, എനിക്ക് സമയമായി, ഞാൻ പോയിട്ട് വരാം. മഴമേഘ കണ്ണിൻ മണിയേ, മനസ്സിൻ്റെ തിങ്കൾ കൊടിയേ, എന്നുള്ളിൽ നീ മാത്രം, പ്രണയത്തിൻ തിറയാട്ടം, നിഴലരികിൽ നിൽക്കൂ ദേവതേ, നിറമഞ്ഞിൻ പൂവൽ യാമിനേ, മധുമാസപ്രാവിൻ തൂവലേ, മായപ്പൂങ്കാറ്റിൻ കമ്മലേ, മഴമേഘ കണ്ണിൻ മണിയേ, മനസ്സിൻ്റെ തിങ്കൾ കൊടിയേ, എന്നുള്ളിൽ നീ മാത്രം, പ്രണയത്തിൻ തിറയാട്ടം. കാമൻ മീട്ടും ഋതുവീണകളിൽ കാത്തിരിപ്പതിൻ രാഗം, കാതിൽ കൊഞ്ചും കുയിലായി വായോ കനകവർണ്ണമിഴിമാനേ, കനവിൽ നിന്നു പെയ്തൊഴിയാതെ കവിത എഴുതും നിറമുന്തിരിയെ, കൽച്ചിരാതിനൊളി മിന്നലയെ, കണ്ണദാസനെഴുതിയ വരിയെ, നിന്ധാവണി നൂൽ പോലെയൻ ഉൾനൂറ്റു നിന്നോർമ്മകൾ, നിൻ കൈവിരൽ തഴുകുന്ന പോൽ സ്വപ്നങ്ങൾ തൻ വർണ്ണമോ, അരികോശം പൊന്നേ പോരുമോ, ആഴൽ മാറ്റാനും നൽകുമോ, മഴമേഘ കണ്ണിൻ മണിയേ, മനസ്സിൻ്റെ തിങ്കൾ കൊടിയേ, എന്നുള്ളിൽ നീ മാത്രം, പ്രണയത്തിൻ തിറയാട്ടം.
ഇങ്ങോട്ട് വന്നേ. എന്താടാ? ഷൺമോഹൻ ചേട്ടനെ വീട്ടിൽ പോയിട്ട് വരാൻ എത്ര നേരോ? അല്ലടാ, ഷൺമുഖൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ലടാ. ചേട്ടൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് അഞ്ജലിയെ ഞാൻ കണ്ടായിരുന്നടാ. അവളോട് സംസാരിച്ചത് മുതൽ എൻ്റെ മനസ്സൊട്ടും ശരിയില്ലടാ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവാതെ ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ എന്താടാ സംസാരം ഉണ്ടായത്? അവളുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. അവൾക്കേ ഈ പ്രേമൊന്നും ഇഷ്ടമല്ല അത്രേ. അവളുടെ വീട്ടിൽ അവളുടെ അമ്മയും ചേട്ടനും ആരാണ് നോക്കുന്നത് അവരെയാണ് കല്യാണം കഴിക്കാത്രേ. നീ അവളോട് ലവ് പറയാൻ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ എന്തിനാ ലവ് ലവ് എന്നും പറഞ്ഞ് പുറകെ നടക്കുന്നേ? ഞാനായിട്ട് പറഞ്ഞതല്ലടാ, അവളായിട്ട് ചോദിച്ചതാ എന്നോട്. ഇതാണ് കറക്റ്റ് സമയം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്ന് പറഞ്ഞടാ. നീ അവളെ പ്രേമിക്കുന്ന അവൾക്ക് എങ്ങനെ അറിയുന്നത്? നമ്മുടെ ഗ്രാമത്തിൽ ആനന്ദി ഇല്ലേ, അവളടുത്ത് ഞാൻ ഈ സത്യാവസ്ഥ പറഞ്ഞായിരുന്നു. അവളാണ് ഇവളടുത്ത് പോയി പറഞ്ഞത്. ആ പെൺകുട്ടിയുടെ കാര്യം വിട്ടേക്കടാ, നമുക്ക് ഇന്നത്തെ മാച്ചിൽ ജയിച്ച് ഫൈനൽസ്. എന്താടാ പെണ്ണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതെല്ലാം ഒന്നുമില്ലേട്ടാ, ഇവന് കല്യാണം കഴിഞ്ഞാ ഒരു പെൺകുഞ്ഞ് വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ഇത് ഞാൻ വിശ്വസിക്കണം? അവന്റെ തലമണ്ട കണ്ടില്ലേ, മണ്ടൻ. ഇതൊക്കെ കൃത്യമായിട്ട് സംസാരിക്കും. രണ്ടാമത്തെ മാച്ച് എന്തായി? ജയിച്ചു ഏട്ടാ. വളരെ സന്തോഷോടാ, ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. അതിരിക്കട്ടെ, അടുത്ത മാച്ച് ആരുടെ കൂടാ? ലോക്കൽ പോലീസ് ടീമിന്റെ കൂടെയാ. തീർച്ചയായിട്ടും ആ കളിയിൽ നമ്മൾ ജയിക്കണം, മനസ്സിലായോ? ജയിക്കും ചേട്ടാ. ചേട്ടാ എന്തോന്നാ? ഞാനും ഈ നാട്ടുകാരനാണ്, നല്ലോണം കബഡി കളിക്കും. ആള് കുറവുണ്ടെങ്കിൽ ഞാനും കളിക്കാം ചേട്ടാ. ഇപ്പൊ ആളിന്റെ ആവശ്യമില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. മറക്കല്ലേ ചേട്ടാ? ശരിടോ. എന്നാ ശരി, വാ പോവാ. അതെ അഞ്ജലി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ എന്റെ പെങ്ങളുടെ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞടാ. ചേട്ടാ, അവൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനാ നിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പറയട്ടാ, എന്താ ചെയ്യേണ്ടത്? ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചില് അവനെ ഇല്ലാതാക്കിയേക്ക്. ആർക്കും അറിയില്ല, ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം. ഇതാ ധോണിയുടെ ടീം വളരെ കരുത്തുറ്റ കായിക താരങ്ങൾ ഗ്രൗണ്ടിൽ അണിനിരന്നിരിക്കുകയാണ്. അവരുടെ കരുത്തുറ്റ പ്രകടനങ്ങൾ നമുക്കിനി കാണാം. വളരെ ശക്തിയേറിയ ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഒറ്റ മനുഷ്യരറിയില്ല, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. വളരെ ശക്തിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വളരെ കരുത്തുറ്റ അദ്ദേഹം സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരു പോയിന്റെങ്കിലും കരസ്ഥമാക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. അദ്ദേഹം ജയിക്കുമെന്ന്. വളരെ ശക്തിയേറിയ മത്സരമാണ് ഇവിടെ കാഴ്ചവെക്കുവാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുവാതിരിക്കാൻ കഴിയില്ല. വളരെ ശക്തിയേറിയ ഒരു മത്സരം തന്നെയാണ് ഈ ഗ്രൗണ്ടിൽ അരങ്ങേറിയത്. കരുത്തുറ്റ കായിക താരങ്ങളുടെ വൻ പ്രകടനമാണ് ഈ ഗ്രൗണ്ടിൽ നടന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശക്തിയേറിയ ഒരു മത്സരം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഇരു ടീമുകളും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതെന്ത് വേലത്രോ കാണിച്ചത്? കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ?
കൈ നോക്കിയാൽ തന്നെ അറിയാം ഇതൊക്കെ തെറ്റാണെന്ന് അറിയില്ലേ നിനക്ക്? നിന്നെ പോലെയുടെ പോലീസിൽ തന്നെ നാണക്കേടാ. ഇത് മുഴുവൻ ജനങ്ങൾ അറിഞ്ഞെന്ന് വെച്ചാലേ നമ്മുടെ മാനം തന്നെ പോകും. സോറി. ഇനി ആരാണ് ഫൈനലിൽ കളിക്കുന്നതെന്ന് കമ്മിറ്റി കൂടി തീരുമാനിക്കും. അവിടെ എങ്ങനെ പോയിരിക്കും, മീറ്റിംഗ് കൂടെ എല്ലാവരും വിളിക്കുക. ഈ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് കമ്മിറ്റി ഭാരവാഹികളെല്ലാം തന്നെ വളരെ ശ്രദ്ധാപൂർവം വേണം ഇവിടെ നിൽക്കുവാൻ, ഇത് വീക്ഷിക്കുവാൻ. ചേട്ടാ നമ്മൾ ഒരു പോയിന്റ് എടുത്തിട്ടുള്ളൂ. എന്തായാലും പോലീസ് ടീം ജയിച്ചു പറയുന്നു. ആ പോലീസ് ടീമിനെ പുറത്താക്കിയിട്ടുണ്ട്. നാളത്തെ ഫൈനലില് എന്റെ നാട്ടിലെ ടീമിനോടൊപ്പം കളിക്കും. റെഡിയായി വന്നാ മതി. നിങ്ങൾക്കൊക്കെ കഴിവുണ്ടോ ഇല്ലയോ, ഭാഗ്യം ഉണ്ടടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഭാഗ്യം എപ്പോഴും കൈ കൊടുക്കത്തില്ല, പറഞ്ഞേക്കാം. അതുകൊണ്ട് നാളെ നടക്കാൻ പോകുന്ന ഫൈനലിൽ സാമർത്ഥ്യത്തോടു കൂടി കളിച്ച് നിങ്ങൾ ജയിക്കണം. എന്താ ലോകേഷ് ഇങ്ങനെയൊക്കെ ആയത്? അവൻ എങ്ങനെയെങ്കിലും കുന്നളയാന്നാ വിചാരിച്ചത്. അവസാന നിമിഷത്ത് കൈ സ്ലിപ്പായി അമ്പയറിന്റെ കാലിലായി. അവൻ എന്തൊക്കെ ആയാലും ഈ മണ്ണിലായിരിക്കും അവന്റെ മരണം. ജോലിയൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ? അതൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ചേട്ടാ. ഹേയ് രാംസ്വാമി, നീ എന്താ ഇവിടെ? ഇല്ല ഒന്നുമില്ലേട്ടാ, പാതൂരിൽ ഞാൻ ഒരു ഗ്രൗണ്ട് സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. സ്ഥലം നന്നായിട്ടുണ്ട്. അതിൽ എന്താ ഏതാന്നൊക്കെ പറയുകയാണെങ്കിൽ ഡീൽ ചെയ്ത് നമുക്ക് തീർക്കാം. പാർട്ടി ഇവിടെ റെഡിയാണെന്നേ. റെഡി കാശാ, നല്ല പാർട്ടിയാ. ആ പിള്ളേർക്ക് നമ്മൾ 10 ദിവസം സമയം കൊടുത്തില്ല. അത് എപ്പോഴാ കഴിയുന്നത്? നാളത്തോടെ തീരാണ്. എന്താ ആലോചിക്കുന്നേ? ആ പിള്ളേരെ വിശ്വസിച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് തീർത്ത് വിട്, പാർട്ടി റെഡിയാ. ചെറിയ പിള്ളേരോ വലിയ പിള്ളേരോ, ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര തന്നെ, മനസ്സിലായ? 2 ദിവസം വെയിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്ഥലം വിട്ടേക്ക്. ശരിയെന്നാ, ഇതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്നാ മോനെ. എത്ര ചേട്ടാ? 15 രൂപ. 3 ചായ 30 രൂപയല്ലേ? ഇല്ല മോനെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കബഡി പ്ലേയേഴ്സിന് പകുതി കാശാ വാങ്ങിക്കുന്നത്. എന്താ ചേട്ടാ ഇത്? ഇന്നലെ എന്താന്ന് വെച്ചാ ഇവിടെയുള്ള എല്ലാ കബഡി പ്ലേയേഴ്സിനും നാട്ടിലുള്ള എല്ലാവരും ചേർന്ന് ഭക്ഷണം കൊടുത്തു. ചേട്ടനാണെങ്കിൽ ഈ ചായ പാതി വിലയ്ക്ക് തരുന്നു. അപ്പൊ നിങ്ങളെല്ലാരും അത്രയ്ക്കും കബഡിയെ സ്നേഹിക്കുന്നുണ്ടോ? അതേന്നെ, ഈ കബഡി ഉണ്ടല്ലോ മണ്ണിന്റെ ഒരു കളിയാണ്. അത് ഈ മലയാളികളുടെ പാരമ്പര്യമായിട്ടുള്ള കളിയാണ്. അത് മാത്രമല്ല, ആ കാലത്ത് ജല്ലിക്കെട്ട് കളിക്കാൻ പോകുന്നവര് പോലും കബഡി ഒരു പ്രാവശ്യം കളിച്ചിട്ടേ പോവാറുള്ളൂ. അങ്ങനെ ഒരു കളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് കാശ് കിട്ടുന്നു പറഞ്ഞിട്ട് വേറെ ഏതോ കളിയെ തലേ തൂക്കി വെച്ച് നടന്നുകൊണ്ടിരിക്കുക. കബഡിനെ പ്ലാൻ ചെയ്ത് എല്ലാരും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാരും. ഇതൊക്കെ കണ്ടിട്ട് നല്ല വിഷമമുണ്ട്. ഇപ്പൊ നിങ്ങളെ പോലുള്ള പിള്ളേർ കളിക്കുന്ന കണ്ടിട്ട് നല്ല സന്തോഷം തോന്നുന്നു മോനെ. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ ചായ പകുതി വിലയ്ക്ക് തന്ന് കബഡിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് കബഡിയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആയല്ലോ. പിന്നെ ഞാനൊരു മലയാളിയാണെന്നുള്ള കാര്യവും വെളിപ്പെടുത്താൻ ഒരു സന്ദർഭം കിട്ടുന്നില്ലേ? അതുകൊണ്ട് ഒരു മലയാളി എന്ന നിലയ്ക്ക് ഈ കബഡി നശിക്കാതെ നമ്മൾ സംരക്ഷിക്കണം. മലയാളികളുടെ പല കലകളും ഇപ്പൊ നശിച്ചു വരുന്ന കാലത്ത് ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്ന ഈ കബഡി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും ഈ കബഡി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരിയെന്നാ, ഞാൻ പോട്ടെ. ശരി ഏട്ടാ. എന്താടാ അനിയ പെട്ടെന്ന് ചേട്ടനെ കാണുമെന്ന് പറഞ്ഞേ? ഒരുത്തനെ ഇല്ലാണ്ടാക്കണം കേട്ടാ, അതുകൊണ്ടാ കാണാൻ വന്നത്. അല്ല, ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? അങ്ങനെയാണോ? എടുക്ക്. ഏത് നാട്ടുകാരനാ? അടുത്ത ഗ്രാമത്തിലുള്ളതാ. ഇപ്പൊ കബഡി കളിക്കാൻ വേണ്ടി വന്നിരിക്കുക. നമ്മുടെ ഗ്രാമത്തിലാ താമസിക്കുന്നത്. അങ്ങനെയാണോ? അതെ അതെ. അഡ്വാൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്ക്. അഡ്വാൻസ് കൈപ്പറ്റിയതല്ലേ? ഇനിയോ മരിച്ചെന്ന് തന്നെ കരുതിക്കോ. ഞാൻ ഏറ്റു. ശരി ചേട്ടാ, പിന്നെ കാണാം. നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? അല്ലടാ, ബനിയനൊക്കെ ഉണങ്ങാച്ചിരി വൈകിപ്പോയി. അതാ ഇന്ന് ഫൈനൽസ് ആടാ. ഗ്രൗണ്ടിൽ പെട്ടെന്ന് പോയില്ലെങ്കിൽ ചായക്കട ചേട്ടൻ നമ്മളെ ചീത്ത പറയും. എനിക്കത് കേൾക്കാൻ വയ്യ. ശരി, ഞാൻ ആദ്യം പോവാ. നിങ്ങളൊക്കെ ബാക്കിൽ വന്നേക്ക്. ശരിടാ. ലേറ്റ് ചെയ്യലടാ. ഇല്ല ഇല്ല. ഒരു മിനിറ്റ് നിക്കടി. വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലടി. എന്തു പറ്റിയോ എന്തോ. ഒന്ന് സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഒന്ന് നോക്ക്. എന്തു പറ്റി? അത് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. ശരി, ഞാൻ നോക്കട്ടെ.
ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യൂ. ആ ഓക്കെ താങ്ക്സ്. ശരി, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. ഹലോ, ആ ഒരു മിനിറ്റ്. ഇവള് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് ഒരാളുടെ സ്നേഹം സ്വീകരിച്ചില്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇവൾക്ക് ഹെൽപ്പാണല്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവളോട് തരി പോലും ദേഷ്യമില്ലേ? അയ്യേ, ഞാൻ എന്തിനാ ഇവരുടെ മേലെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു? ആലോചിച്ച് അവരുടെ മനസ്സിൽ തോന്നിയ കാര്യം അവർ പറഞ്ഞു. ഈ കാലത്ത് ഇതുപോലെ പെണ്ണുങ്ങളെ കാണാൻ വളരെ അപൂർവമായ കാര്യമാണ്. ആ കുട്ടി എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ വെറുക്കാൻ പറ്റുമോ? അല്ല എന്നെ പ്രണയിക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കിയില്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറുന്നതാണ് നല്ലൊരു കാര്യം. ഇവർക്ക് എപ്പോഴാണോ അമ്മയോടും ചേട്ടനോടും ബഹുമാനം കൂടുതലെന്ന് പറഞ്ഞോ അപ്പം തന്നെ എനിക്ക് ഇവരുടെ മേലുള്ള ബഹുമാനം എനിക്ക് ഇനിയും കൂടുതലായി. ആദ്യം തന്നെ എനിക്ക് ഇവരെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ഒരുപാട് ഇഷ്ടമായി. എന്നാ ശരി, എനിക്ക് കബഡി മാച്ചിന് സമയമായി. ഞാൻ പോയിട്ട് വരാം. ശ്രദ്ധിച്ചു പോണേ. ചേട്ടാ, നിങ്ങളല്ലേ ധരണി? അതെ, ഞാനാണ് ധരണി. അതെ, ഷൺമോഹൻ ചേട്ടൻ നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അല്ല, ഞാൻ കബഡി മാച്ചിന് പോയിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് സംസാരിക്കാനാ പുള്ളി വിളിച്ചത്. ശരി, ഓക്കെ, വാ പോവാം. ആ എല്ലാരും എത്തിയോ? നോക്ക്, ഇത് ഫൈനൽ മാച്ചാണ്. വളരെ ശ്രദ്ധയോടെ കളിക്കണം, മനസ്സിലായോ? ശരിയേട്ടാ. അതിരിക്കട്ടെ, ധരണി എവിടെ? എന്താ ഇനിയും വന്നിട്ടില്ലേ? ദാ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അവൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അവൻ ഞങ്ങളെക്കാളും മുമ്പ് തന്നെ പുറപ്പെട്ടോ ചേട്ടാ. എടാ, അവൻ എവിടെ എവിടെ പോയതാ? ശരി, ആരും പേടിക്കണ്ട, 10 മിനിറ്റിൽ അവൻ എത്തും. നിങ്ങൾ എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ വന്നേക്കാം. ശരി ചേട്ടാ. നമുക്ക് മുൻപ് ഗ്രൗണ്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയതല്ലേ? എവിടെ പോയിട്ടുണ്ടാവും? എന്തോ വലിയ അർജന്റ് പണിയാന്ന് പറഞ്ഞാ വേഗം ഇറങ്ങി പോയാലോ അവൻ. ഇപ്പൊ എങ്ങോട്ടാ പോയെന്നറിയില്ല. ഇവനൊക്കെ വിശ്വസിച്ച് വന്ന് നമ്മളെ വേണം പറയാൻ. തലയിലെടുത്ത്, അല്ലാതെ എന്താ പറയാ? എല്ലാരും വേഗം റെഡിയാകും. 10 മിനിറ്റിനുള്ളിൽ കളി തുടങ്ങുമെന്നാ അവര് പറയുന്നത്. ശരി ചേട്ടാ. എന്തോന്നാടാ, അവൻ ഇതുവരെ ഇവിടെ എത്തിയില്ലേ? ഇല്ല, വന്നില്ല ചേട്ടാ. എന്താടാ ഇത്? കൂടെ ഉള്ളവർ തന്നെ എവിടെ പോയെന്നറിയാതെ നീയൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു? ഉള്ളതിൽ അവനാ കുറച്ചെങ്കിലും കളിക്കുന്നത്. നീയൊക്കെ വന്ന് എന്ത് ചെയ്യാനാ? എടാ, അവൻ എവിടെ പോയെന്ന് നോക്ക്. ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ ഇരുന്നാ എങ്ങനെയാടാ? ചെന്ന് നോക്ക്. വെറുതെ ഇരുന്ന് സമയം കളയുന്നു. അവൻ എങ്ങോട്ടാ പോയിട്ടുണ്ടാവാ? എടാ, നീ അവനെ കണ്ടിരുന്നു എവിടെങ്കിലും? ഇല്ലടാ. ഛേ, അവന് പോവാൻ കണ്ട സമയം. എന്തുപറ്റിയടാ? അളിയാ, ഞാൻ എല്ലാ സ്ഥലവും നോക്കി, എവിടെ അവനെ കാണുന്നില്ല. ചേട്ടാ, എന്തിനാട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഷൺമുഖ ചേട്ടൻ എവിടെ? കാണുന്നില്ലല്ലോ. നിൽക്കുന്ന കണ്ടില്ലേ ഷൺമുഖം? ആരാണ് നിങ്ങളൊക്കെ? ഷൺമുഖ ചേട്ടൻ എവിടെയാ? അനിയ, ഞാനാ ഷൺമുഖം. കണ്ടറിയില്ലേ? മോനെ, ഷൺമുഖം പുള്ളിയല്ല, ഞാനാണ്. നാട്ടിലെല്ലാരോടും ചോദിച്ചു നോക്ക്. അനിയ, ഇവർ രണ്ടുപേരും കള്ളം പറയുക. ഞാനാണ് ഷൺമുഖം. തെളിവിന് വേണ്ടി ആധാർ വല്ലതും കാണിക്കേണ്ടി വരുമോ? ചേട്ടാ, വെറുതെ കളിക്കല്ലേ. എനിക്ക് കബഡി മാച്ചിന് സമയം. എനിക്ക് പോവണം. മാച്ച് തുടങ്ങാറായി. എന്തോന്നാടാ നിങ്ങൾ മാത്രം വരുന്നത്? അവൻ വന്നില്ലേ? എല്ലാ സ്ഥലവും അന്വേഷിച്ച് നോക്കിയേട്ടാ. ആ പ്രാന്ത എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. ഫൈനൽ മാച്ചിൽ എനിക്ക് പോയേ പറ്റൂട്ടാ. എന്നെ വിട്ടേക്ക്. അവിടെ നിക്കടാ നീ. ഒരാൾ കുറയുന്നതാണ് എപ്പോഴും നല്ലത്. ആറാള് വെച്ച് വിട്ടേക്കേട്ടാ. ഫൈനൽ മാച്ച് കേട്ടോ. അവൻ പേടിച്ചിരിക്കല്ലേ? നമുക്ക് കബഡി ഇവിടെ തുടങ്ങാന്നേ. ആ, ആയിക്കോട്ടെ. ചേട്ടാ, അടിക്ക്. ഒന്ന് ചെയ്യലേട്ടാ. പ്ലീസ് ചേട്ടാ, എന്നെ വിട്ടേക്ക്. എനിക്ക് കബഡി കളിക്കാൻ പോകുന്നത്. എന്നെ വിട്ടേക്കേട്ടോ. പ്ലീസ് ചേട്ടാ. ചേട്ടാ, ഞാൻ മാച്ച് കളിക്കാൻ പോകണം ചേട്ടാ.
ആരാ അത്? അയ്യോ, കബഡി കളിക്കാൻ വന്ന പയ്യനല്ലേ ഇവൻ. മോനെ എഴുന്നേക്ക്. മോനെ എന്തു പറ്റി? ചേട്ടാ ചായ എടുത്തോണ്ട് വരട്ടെ? ഇല്ല വേണ്ട മോളെ. ആർക്കറിയാം? നമ്മളടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എവിടെയൊക്കെ പോയി അന്വേഷിക്കാനാ? എന്ത് പറ്റി? നിങ്ങളുടെ കൂടെ കളിക്കുന്ന ഒരു പയ്യനല്ലേ? ആ പയ്യനെ ഇവിടെ ആളുകളൊക്കെ ചേർന്ന് അടിച്ചിട്ടിരിക്കുക. എന്താന്നറിയില്ല, ആരോ അടിച്ചിട്ട് പോയ പോലെ തോന്നുന്നു. ഒരു നാട്ടിന് സ്കൂൾ എത്ര ആവശ്യമാണോ ഒരു ഹോസ്പിറ്റലും ആവശ്യമാണോ അതേപോലെ ഒരു നാടിന് ഗ്രൗണ്ടും വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ വിഷമിക്കണ്ടടാ, ഞങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ഗ്രൗണ്ട് നമ്മളെ വിട്ട് പോകില്ല. 3 ലക്ഷം എടുത്തോണ്ട് വന്നാലേ ആ സ്ഥലം നിങ്ങൾക്ക് കിട്ടും. ഞാനെൻ്റെ ഇഷ്ടം പറയാൻ പോയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കബഡി കളിക്കാൻ പറ്റില്ലടാ. നമുക്കിപ്പോൾ ഗ്രൗണ്ടാണ് മുഖ്യം. അച്ഛൻ്റെ മകനായി ജനിക്കാൻ വേണ്ടി ഞാൻ പോയ ജന്മത്തിൽ പുണ്യം ചെയ്തിട്ടുണ്ടാകണം. ഈ മണ്ണിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവും. എന്താ പോ. അറിയില്ല ഏട്ടാ ആരാ അടിച്ചെന്ന്. ആരോ എന്നെ അടിച്ചിട്ട് ഇവിടുന്ന് പോയേട്ടാ. അത് വിട്ടേക്കേട്ടാ. കബഡി മാച്ച് എന്ത് പറ്റിയേട്ടാ? ചേട്ടാ അവന് പകരം നമുക്ക് വേറെ ആരെങ്കിലും ചേർത്താലോ? എങ്ങനെയാടാ? വന്നത് പുതിയ സ്ഥലത്താ. പെട്ടെന്ന് വിളിച്ച ആര് വരാനാടാ? അതിനാ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടുപേരെയും കൂടെ കൂടുതൽ കൊണ്ടുവരണമെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെ കേൾക്കുന്നു? ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ കേൾക്കില്ല. ചേട്ടാ നമ്മളടുത്ത് അന്ന് ചാൻസ് വെച്ച് വന്നില്ലേ? അവനൊരു അവസരം കൊടുത്താലോ? ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ധോണിയുടെ ടീമും പിന്നെ നമ്മുടെ നാട്ടുകാരുടെ ടീമുമാണ് കളിക്കളത്തിലുള്ളത്. വളരെ ശക്തിയേറിയ ഒരു മത്സരം നമുക്ക് കാണുവാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ വാശിയേറിയ ഒരു മത്സരത്തിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എല്ലാവരും നല്ല കളിക്കാരാണ്, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നല്ലൊരു മത്സരം തന്നെ നമുക്ക് കാണുവാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ കളിയുടെ ആരംഭിക്കുന്നത് പിന്നിലേക്ക് വന്ന് പറഞ്ഞു ഫൗള് കാണിക്കുവാന്നോടാ. അദ്ദേഹം ഒരു പോയിന്റ് കരസ്ഥമാക്കി. അവർ വളഞ്ഞിട്ട് രണ്ട് പോയിന്റ് കൂടി കരസ്ഥമാക്കി 6ലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. വളരെ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. 7 പോയിന്റ് PRS കരസ്ഥമാക്കിയിരിക്കുകയാണ്. 7 പോയിന്റ് PRS കരസ്ഥമാക്കി 7 പോയിന്റ് PRS കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തിയേറിയ വളരെ കൂടിയ വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെ ശക്തിയേറിയ മത്സരമാണ് നടക്കുന്നത്. ഒരു പോയിന്റ് കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതാ ധോണിയുടെ ടീമാണ്. ധോണി ടീം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇത് ധോണിയുടെ ഒരു വാശിയേറിയ മത്സരമാണ്. വളരെ ശക്തിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വളരെ വളരെ നമ്മൾ ഇതുവരെ വളരെ ശക്തിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കളിക്കാരാണ്. ധോണിയെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരാൾ
ധോണി ടീം 10 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ മാച്ചിൽ തോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് തിരിച്ചു കിട്ടാനുള്ള ചാൻസേ ഇല്ല. നീ വിഷമിക്കണ്ട മച്ചാൻ, നീ തിരിച്ച് നാട്ടിൽ നിന്ന് വരുമ്പോ തീർച്ചയായിട്ടും ഗ്രൗണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. നമ്മുടെ വീടിന്റെ പത്രം പണയം വെച്ചിട്ടാ ഈ പൈസ വാങ്ങിച്ചത്. വന്നാൽ 3 ലക്ഷം രൂപ കൊണ്ടുവാ. തീർച്ചയായിട്ടും നമ്മൾ ജയിക്കൂടാ. ആ വാശിയോടെ കളിക്കണം. ഇതാ വളരെ ശക്തിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ധോണി ടീമിൽ ഇപ്പോൾ അവർ ഓരോരുത്തരെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 2, 4, 6 പേർ അവരുടെ ടീം അംഗങ്ങൾ ഏകദേശം ആയിരിക്കുകയാണ്. അവരാണ് വീണ്ടും പ്രൈഡിരിക്കുന്നത്. വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. കണ്ണിനും മനസ്സിനും കാതുകളിലും വളരെ കുളിർമയേകുന്ന ഒരു ശക്തിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ടീം അംഗങ്ങൾ വളരെ ശക്തിയോടുകൂടി തന്നെയാണ് നടക്കുന്നത്. ധോണി ടീം അതിൽ ഒരാളെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പൊ 2 ടീം സമനിലയിൽ 23 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. 2 ടീം സമനിലയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയാണ് വാശിയേറിയ മത്സരം. ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമേ ഈ മത്സരമുള്ളൂ. വിജയിച്ചിരിക്കുകയാണ്. വളരെ സമ്പൂർണ്ണ മത്സരമായിരുന്നു ഇത്. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടിയല്ലോ ഏട്ടാ. നമ്മുടെ ഗ്രാമത്തിന് നമ്മുടെ ഗ്രൗണ്ട് തിരിച്ചു കിട്ടിയേട്ടാ. അതൊക്കെ ഇരിക്കട്ടെ, വാ ആദ്യം ആശുപത്രി പോവാം. വാ വേഗം വാ. ഞാൻ പോയി വണ്ടി വിളിച്ചോണ്ട് വരാം. വണ്ടി നിർത്തടാ. എന്താ പറ്റിയത്? എന്താ ആരടിച്ചത്? അറിയത്തില്ല. ആദ്യം ഇവനെ ആശുപത്രി കൊണ്ടുപോകണം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. വാ വേഗം വാ. എന്താടാ ഇവന്മാർ ഇങ്ങനെ ഇട്ടടിച്ചത്? നിനക്ക് എന്താടാ പറ്റിയേ? നമ്മളല്ലേ അവനെ അടിക്കാൻ പറഞ്ഞത്. എന്നിട്ട് നീ ഇപ്പൊ അവന്റെ സുഖം അന്വേഷിക്കുന്നു. എന്തോന്നാടാ? അതല്ലടാ, മാച്ച് കഴിഞ്ഞ വീട്ടിലേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പെങ്ങൾക്ക് അവനെ ഇഷ്ടമാണെന്ന്. പക്ഷെ എൻ്റെ പെങ്ങളെ എന്നെ പേടിച്ചിട്ട് എൻ്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചു. നിനക്കറിയാലോടാ എൻ്റെ പെങ്ങളെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന്. അവളുടെ സന്തോഷാടാ എനിക്ക് വലുത്. ഇത് വേണ്ടാളിയാ, നമുക്ക് വിട്ടുകളയാം. നീ പറയുന്നത് ശരിയാ. നിനക്കറിയാവല്ലോ അന്ന് എൻ്റെ ജീവനും ഇവന്മാരാ രക്ഷപ്പെടുത്തിയത്. ആ ഗ്രാമത്തിലുള്ളവർ എങ്ങനെയാലും പോട്ടെ, പക്ഷെ ഈ പിള്ളേര് വളരെ നല്ല പിള്ളേരാ. നിന്റെ അനിയത്തിയുടെ ആഗ്രഹം പോലെ അവന് കല്യാണം കഴിച്ചു കൊടുക്കും. താടാ, ഇതാ സാർ 3 ലക്ഷം രൂപ. അനിയ സൂപ്പറടാ. കൊച്ചു പിള്ളേരല്ലേ, നിങ്ങൾ വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കറക്റ്റായിട്ട് പറഞ്ഞ ദിവസം തന്നെ കൊണ്ടുവന്ന് തന്നില്ലേ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു നല്ല ദിവസം പറ, ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്തു തരാം. മതിയല്ലോ? ശരി ഏട്ടാ. എന്നാ പോയിട്ട് വരും. എന്തോന്നാടത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഗ്രൗണ്ട് വാങ്ങിച്ചേ? ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കബഡി കളിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടാ, കാശിന് വേണ്ടിയല്ല ചേട്ടനോടെ കബഡി കളിക്കാൻ വന്നത്. കബഡി കളിക്കുന്നതിന് ശേഷമാണ് മനസ്സിലായത് കബഡി എത്ര വീരം നിറഞ്ഞ കളിയാണെന്നുള്ള കാര്യം. ലോകത്തിലുള്ള എത്രയോ കോടി പേർ ക്രിക്കറ്റ് കളിക്കുന്നതാണ് എന്തോ വലിയ ജാമ്പവാൻ കളിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല ഞങ്ങളും അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ശരിക്കും കബഡി കളിക്കുന്നതാണ് ഒരു ശരിക്കുള്ള ഇന്ത്യന്റെ അടയാളം. അതേട്ടാ, ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ പ്ലെയറും കോടി കോടിയായിട്ട് സമ്പാദിക്കുന്നേ. അവന്മാരെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരും. പക്ഷെ കബഡി കളിക്കുന്ന ഓരോരുത്തരും 1 ലക്ഷം പോലും കിട്ടാതെ നമ്മുടെ നാട് ജയിക്കണമെന്ന് ഒറ്റ ലക്ഷ്യത്തിൽ കളിക്കുന്നവരാണ് അവര്.
നിങ്ങളെപ്പോലെ ഈ നാട്ടിലുള്ള ഓരോരുത്തരും ആലോചിക്കാൻ തുടങ്ങിയ നമ്മുടെ നാട്ടിൽ കബഡി കളി തല നിമിർന്ന് നിൽക്കും. ഇനി ചേട്ടാ എവിടെ കബഡി കളിക്കാൻ വിളിച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറാണ്. അത് ശരി. അടുത്ത ഗ്രാമത്തിൽ കബഡി കളി നടക്കുന്നു, നമുക്ക് പോയി കളിക്കാം. നമ്മൾ ജയിക്കും ചേട്ടാ. എന്നാ വാപ്പാ. വാ.